ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്കൊരു മോളില്ലേ, അവളെ പിടിച്ച് കെട്ടിക്ക്. എനിക്കെന്തായാലും നിങ്ങൾ പറഞ്ഞ ആളൊന്നും കെട്ടാൻ പറ്റില്ല. എനിക്കതിന് ഇൻട്രസ്റ്റ് ഇല്ല. അതും എന്നെക്കൊണ്ട് നിങ്ങൾ കെട്ടിക്കാൻ നോക്കുന്നത് ഒരു ക്രിസ്ത്യൻ ചെക്കനെയാണ്. എനിക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കെൻ്റെ ഇമ്മറ്റി നഷ്ടമായപ്പം ഇമ്മാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് കോടതി തന്നെ ഇങ്ങോട്ടിട്ട്. എനിക്കങ്ങനെ ഗതി കെട്ട് താമസിക്കേണ്ടതെന്ന് ഇവിടെ. ഐ ഡോണ്ട് നോ, എന്നെ മര്യാദയ്ക്ക് സ്നേഹിക്കാൻ നോക്കാൻ ഒന്നും നിങ്ങൾക്ക് പറ്റില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ശരി, നിങ്ങൾക്കൊരു മോളുണ്ട്, സോ എന്നെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ ഏതെങ്കിലും ഒരു ഓർഫനേജ് കൊണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇവിടെ എൻ്റെ ഐഡൻറ്റിറ്റി മറച്ച് വെച്ച് നിങ്ങളുടെ മോളെ ജീവിക്കുന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട്. ആൻറ്റി, ശരിക്കും എനിക്ക് നിങ്ങൾ പറഞ്ഞ ആളെ കേട്ടാൽ പറ്റില്ല. എന്നെ ഇനി നിർബന്ധിച്ചാൽ ഞാൻ പോകും ഇവിടുന്ന്. ഞങ്ങൾ നിയമപരമായി അഡോപ്റ്റ് ചെയ്തതല്ല നിന്നെ. നീ ഒരു ഇസ്ലാമിക് ആയിരുന്നു, എന്നാൽ ഇപ്പോൾ നീ ഞങ്ങളുടെ മോളാ. നീ ഒരു ക്രിസ്ത്യാനി പെണ്ണാണ്. അപ്പം നീ കല്യാണം കഴിക്കാനതും ഒരു ക്രിസ്ത്യാനിയല്ലേ? ഞങ്ങൾ കണ്ടുപിടിച്ച ബന്ധത്തിന് ഒരു കുഴപ്പമില്ല, നീ അവനെ കല്യാണം കഴിക്കണം. എല്ലാം ശരി തന്നെയാണ്. ആൻറ്റി എന്നെ നന്നായിട്ട് ഞാൻ വളർത്തി, സ്വന്തം മോളെ പോലെ ഞാൻ നോക്കി. റിസയ്ക്ക് കൊടുക്കുന്ന എല്ലാ കെയറും എനിക്കും തന്നു. എല്ലാം ശരി തന്നെ. എൻ്റെ ഈ മച്ചിയുടെ ഫ്രണ്ട് എന്നെ നന്നായിട്ട് തന്നെ നോക്കി, ഒരമ്മയെ പോലെ തന്നെ. എല്ലാത്തിനും നന്ദിയുണ്ട്. പക്ഷേ ഒരു നസ്രാനിയെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ആൻറ്റി ക്ഷമിക്കണം. നെഹ്റു, നീ എങ്ങോട്ടൊക്കെ പോകുന്നത്? മെഹറിസായിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് എൻ്റെ തന്ന ഈ ഐഡൻറ്റിറ്റി അത് ഉപേക്ഷിക്കാൻ പോവാണ്. റോസ്മരി ആയിട്ടില്ല, മെഹറിസ ആയിട്ട് ഞാൻ പോകുന്നത്. ഫാത്തിമത്ത് മെഹറിസയായിട്ട്. ബൈ. ഐ ആം 24 now. എനിക്കറിയാം അങ്ങനെ ജീവിക്കണമെന്ന്. ഞാൻ പോകും ആൻറ്റി. എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ആൻറ്റി, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് എൻ്റെ ആൻറ്റി. ബട്ട് ആൻറ്റി ഈ പറഞ്ഞ സംഭവം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോവാം. ഐ എം സോറി, റിയലി ഐ എം സോറി. എൻ്റെ പൊന്നുമോളെ, നീ എന്തിനാ പോകുന്നത്? 7ാം വയസ്സിൽ നിന്നെ കിട്ടിയപ്പോൾ നീ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് നീ ഇപ്പോഴും. ഒരിക്കലും ഞാൻ നിന്നെ വേറെ ആയിട്ട്, എൻ്റെ റസമോളെയും റോബിനെ പോലെ തന്നെ നീ എനിക്ക്, എൻ്റെ സ്വന്തം കുഞ്ഞാ നീ എനിക്ക്. ഐ എം സോറി, റിയലി ഐ എം സോറി. ഞാൻ പോവാം. അവളെ പോയതും ഞാൻ ഇനി അവളെ എങ്ങനെ കണ്ടുപിടിക്കും? എൻ്റെ കുഞ്ഞ് അവളെ വേറെ നീ തിരിച്ചു കഴിക്കല്ല. അതിന് അവൾ എങ്ങോട്ട് പോകാനാ? ഇങ്ങോട്ട് വരുമായിരിക്കും. വേഗം വന്നാൽ മതിയായിരുന്നു. മൈ ലോർഡ്, ഈ ജീവിതം മതിയായി. എൻ്റെ ഉമ്മച്ചിയുടെ കൂടെ എന്നെ കൊണ്ടുവരുന്നില്ല. എന്താ അള്ള എന്നെ കൊണ്ടുപോകാതിരുന്നത്? എൻ്റെ ജീവിതം എനിക്ക് മതിയായി. അള്ള, നീ ഒന്ന് എൻ്റെ പേര് വിളിച്ചാൽ അങ്ങോട്ടേക്ക് എനിക്ക് വരാൻ പറ്റും. വിളിക്കും. എനിക്കിവിടെ ജീവിക്കണ്ട. എനിക്ക് പേടിയാ. എനിക്കിവിടെ ജീവിക്കണ്ട. എനിക്ക് എൻ്റെ ഇമ്മാരുടെ അടുത്ത് വന്നാൽ മതി, പ്ലീസ്. ആഡം, നീ കരുതുന്ന പോലെയല്ല. എനിക്ക് അവളെ കിട്ടിയ അവളെ ബോഡി നമുക്ക് വിറ്റാല് കുറെ ഉണ്ടാക്കാൻ പറ്റും. എടാ, നിനക്ക് അവളുടെ ആത്മാർത്ഥ പ്രേമം തോന്നിയിട്ടാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എങ്കിലും പിന്നെയും കേൾക്കാൻ രസമുണ്ട്. നാളെ ഞാൻ ടെൻഡറിലേക്ക് പോകും. പോയിട്ട് വന്നിട്ട് ഞാൻ അവളെ മാരേജ് ചെയ്യും. അസ്രേൽ, ആഡം, ഇപ്പോഴും നീ എൻ്റെ ശത്രുവിൻ്റെ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. ബട്ട് നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ ഉറപ്പായിട്ടും ആ ലിസ്റ്റിൽ നിൻ്റെ പേര് ഞാൻ ചേർക്കും. സോ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കാൻ സമയക്ക്. ആൻഡ് ഓൾസോ നിനക്ക് ഈ ഡീലിന് സമ്മതമാണോ അല്ലേ അത് പറ. അതിനാണല്ലോ നമ്മളിവിടെ തന്നെ മീറ്റ് ചെയ്തത്. കൊള്ളാം അസ്രേ, നീ എനിക്ക് എന്നോട് സംസാരിക്കാൻ വന്ന് തന്നെ അവളെ വിൽക്കാനുള്ള ഡീൽ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ? ഓക്കെ, എത്ര നിനക്ക് വേണ്ടേ? ഞാൻ റെഡിയാണ്. ഐ വാണ്ട് ഹെർ. നീ ചോദിക്കുന്ന കാശൊന്നും ഞാൻ അവളെ വാങ്ങിക്കും. നിനക്ക് എത്ര വേണ്ടത്? 100 CR, 200 CR, 500? പറ, എത്രയാ? ഹേ ആഡം, വട്ടായോ നിനക്ക്? ഓൺലി ഫോർ 1 night stand? ഇത്രയും പൈസ നീ തരുന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ആഡം തന്നെയാണോ? നോ അസ്രേ, ഇറ്റ്സ് നോട്ട് ഫോർ വൺസ്, ഇറ്റ്സ് ഫോർ എവർ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവളെ വേണം. നോ, ഐ വാണ്ട് ഹെർ. എനിക്ക് വേണം അവളെ. അവളെ നിനക്ക് വേണമായിരുന്നെങ്കിൽ നീ അവൾക്ക് വിലയിടില്ലായിരുന്നു. 3 million ഞാൻ തരും. ഐ വാണ്ട് ഹെർ. ഓക്കെ ഓക്കെ ഓക്കെ, നീ ഞാൻ ട്രിഗർ വേണ്ട. നിൻ്റെ കൂടെ ഈ ഡീലിന് ഞാൻ ഓക്കെയാണ്. ഓക്കെ.
ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കുമ്പം ഇപ്പോൾ ഈ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നും കാണാനില്ല. ഷീ ഈസ് ടോട്ടലി ഓൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. ഹേയ്, താങ്ക്സ് ഒന്നും വേണ്ട. ഇറ്റ്സ് മൈ പ്ലഷർ. ശരി ഡോക്ടർ, ഇന്ന് ഡിസ്ചാർജ് അല്ലേ? അതെ അതെ, ഇന്ന് വേണേൽ പോവാം നിങ്ങൾക്ക്. എന്തിനാ ആൻറ്റി എന്നെ രക്ഷിച്ചത്? ഞാൻ ഒന്നും അർഹിക്കുന്നില്ല, അതെനിക്കും അറിയാം, ആൻറ്റിക്കും അറിയാം. നിനക്ക് വേണ്ടി ഞാൻ ഇരച്ചം വരെയും പോകും മോളെ. എന്തിനാ ഇങ്ങനെ പറയുന്നത് ചേച്ചി? ചേച്ചിക്ക് വേണ്ടി അമ്മ എത്ര കഷ്ടപ്പെട്ടെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത്ര നാൾ അമ്മ ഏതെല്ലാം ഡോക്ടറിനെ കാണിച്ചെന്ന്, എവിടെ നിന്നെല്ലാം ഞാൻ ചേച്ചീനെ എങ്ങോട്ടെല്ലാം ഷിഫ്റ്റ് ചെയ്തെന്നറിയോ? ചേച്ചിക്കൊന്ന് ബോധം വരാൻ വേണ്ടിയിട്ട് അമ്മ എവിടെയെല്ലാം പോയി പ്രാർത്ഥിച്ചെന്നറിയോ? ഏതൊക്കെ നേർച്ച നേർന്നെന്നറിയോ? ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ, പാവ അമ്മ എൻ്റെ പേരിൽ കുറേ കഷ്ടപ്പെട്ടില്ല. എന്തിനാ അമ്മ വെറുതെ? ഞാൻ അന്ന് എല്ലാം ഇട്ടിട്ട് പോയതല്ലേ. ആ പോയ പോക്കിൽ ഞാൻ ചാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്തിനാ പിന്നെയും എൻ്റെ നിങ്ങളുടെ സ്നേഹം കാരണം എനിക്കൊന്നും കാണാൻ കേൾക്കാനും വയ്യ. ഞാനിങ്ങനെ ഒരു ഫാമിലി അർഹിക്കുന്നില്ല സത്യമായിട്ടും. അതൊന്നും ആലോചിച്ച് പിന്നെയും വിഷമിക്കണ്ട, ഞാൻ പുറത്തു വിട്ടരാം. അതൊക്കെ വിട് ചേച്ചി. 2 മാസം കഴിഞ്ഞ് ചേച്ചിക്ക് 25 വയസ്സാകുമ്പോൾ അല്ലേ? അപ്പോൾ ഈ മാസം സെപ്റ്റംബർ ആയോ? അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്താ? ഡേറ്റ് 24. ഓക്കെ. അല്ല, അമ്മ എവിടെ? എങ്ങോട്ടൊക്കെ പോയി? കുറേ അല്ല പോയിട്ട്. അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. ആരും കോൾ ചെയ്തൊന്നു. നമുക്കിന്ന് പോകണം കേട്ടോ. ഇപ്പോൾ അല്ല, കുറച്ച് മിനിറ്റ് ഒരാൾ വരും. ആൾ വന്നിട്ട് പോകാൻ പാടുള്ളൂ എന്ന് എന്നോട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആരാ വരുന്നത്? ചേച്ചിയെ കാണാൻ വരുന്നോ? അതെ, ഇവളെ കാണാൻ പറ്റില്ല. ഇവളെ കെട്ടാമെന്ന് ചെക്കനില്ലേ? ചേച്ചി ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞു. എന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകും ഞങ്ങൾ. ചേച്ചി ഇന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, വീട്ടിൽ നിന്ന് വരുമ്പം കണ്ടാൽ മതി. ഓക്കെ. അതൊക്കെ ബോധമൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്നാൽ ഓക്കെ. ബോധമൊക്കെ വന്നു. ഇന്ന് ഡിസ്ചാർജ് ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട്. ഇനി വീട്ടിലേക്ക് വരുമ്പം ചേച്ചി കാണാൻ വന്നാൽ മതി, തിരക്കൊന്നുമില്ല. എന്തായാലും റോസ് ചേച്ചിക്ക് ഒരാഴ്ച എന്തായാലും ബെഡ് റെസ്റ്റാണ്. കൊട്ടക്കട്ട 5-6 ദിവസം അവിടെ. അവൾക്ക് എന്തിൻ്റെ കുഴപ്പമായിരുന്നു അവിടെ ആക്സിഡൻ്റ് ഉണ്ടാക്കാൻ പോകാൻ. അന്ന് ഞാൻ പുറത്ത് പോകണ്ടെന്ന്. അപ്പോൾ അവൾക്ക് പോയേ പറ്റൂ. നിങ്ങളന്ന് കണ്ടായിരുന്നോ? എന്നോടും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അന്നെന്താ ഉണ്ടായിരുന്നു, എന്തിനാ പുറത്ത് പോയെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടിട്ടൊന്നുമില്ല അന്ന് പക്ഷേ അവൾ വിളിച്ചായിരുന്നു, ഭയങ്കര വിഷമമെന്നൊക്കെ പറഞ്ഞിട്ട്. മമ്മിയായിട്ട് എന്തോ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. ചോദിച്ചു നോക്ക്. അതെ അല്ലേ, ഇതെന്നോട് അവർ പറഞ്ഞിട്ടില്ല. എന്ത് ഗതികേടാ നോക്ക്. ഇതൊന്നും അറിയാത്ത ഞാൻ കരുതിയതൊന്നും ഈ അറിഞ്ഞിട്ടുണ്ടാവുമെന്നാ. അതാ ഞാനും പിന്നെ പറയാതിരുന്നത്. സാരമില്ല, ഇപ്പോൾ അവൾ ഓക്കെ ആയല്ലോ. ഇപ്പം എല്ലാം ശരിയായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും എന്നോടൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെയും കൊണ്ട് പരാതിപ്പെട്ടിക്ക് ഇന്ന് പുതിയൊരു കാരണം കിട്ടി വഴക്കുണ്ടാക്കാൻ അല്ലേ? ഓഫ് കോഴ്സ്. എന്നാലും ഇതെല്ലാം ഞാൻ അറിയണ്ടില്ലായിരുന്നു. എന്നോട് പറഞ്ഞിട്ടില്ല അവർ വഴക്കുണ്ടാക്കിയെന്നു, ചേച്ചി പുറത്ത് പോയെന്നു ഒന്നും ഞാൻ അറിഞ്ഞില്ല. ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? സാരമില്ല. നമ്മൾ വലിയ മനസ്സ് കാണിച്ചിട്ട് അവരുടെ അടുത്ത് അടിയും വഴക്കും ഇടാൻ പോകാണ്ടെന്നാൽ മതി. അപ്പം നമ്മൾ നല്ല പിള്ളേരാവല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഒരു വാക്കിക്ക് കൊള്ളാത്ത ഐഡിയ ആണെങ്കിൽ അത് പറയാൻ കാണിക്കുന്ന മനസ്സ്, അതിനൊരു പ്രത്യേക കയ്യടി കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. ആക്കിയതായിരുന്നല്ലേ? അയ്യോ, അങ്ങനെ തോന്നിയോ? ഒരിക്കലല്ല കേട്ടോ. നിന്നെ എൻ്റെ കൈ കിട്ടും, അപ്പം ഞാൻ ശരിയാക്കി തരാം. ആയിക്കോട്ടെ, ഐ ആം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഓക്കെ. പോടി ഉണ്ടോ കണ്ണി? എന്നാ കളിയാക്കാൻ വരുന്നോ? ഈർക്കിളിക്കൊള്ളി. ഞാൻ ഈർക്കിളിക്കൊള്ളിയോ? ഈർക്കിളിക്കൊള്ളി നിന്നെ മറ്റവൻ. എൻ്റെ മറ്റവനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല കേട്ടോ. ഇല്ലാത്ത മറ്റവനാണെങ്കിലും പറയണ്ട വെറുതെ. ഞാൻ ഇനിയും പറയടി. ഞാൻ പറഞ്ഞ നീ എന്ത് ചെയ്യും? ദയാലി ചേച്ചി എൻ്റെ ചേച്ചീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആത്മാർത്ഥ സുഹൃത്താണ്, 1 മുതൽ കൂടെ പഠിക്കുന്നതെന്നൊന്നും പറഞ്ഞ് ഞാൻ നോക്കത്തില്ല കേട്ടോ. ഞാൻ നല്ലത് പറയും. പോടി കീരിക്കും. ഞാൻ നിന്നെ പേടിച്ചിട്ടൊന്നുമില്ല, വഴക്കമുണ്ടെന്ന് വെച്ചിട്ടാ. ആയിക്കോട്ടെ, അതെനിക്കറിയാം. എൻ്റെ റോസമ്മയെ നന്നായിട്ട് നോക്കിക്കോണം. പേര് പറഞ്ഞില്ലെങ്കിൽ നോക്കാൻ എനിക്കറിയാം. ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ, നിൻ്റെ ഇഷ്ടം. ഇനി കാണുമ്പോൾ അടി ഉണ്ടാക്കാം. നിർത്തിക്കോ, എനിക്ക് മതിയായി. ഞാനത് പറയാൻ വരുമായിരുന്നു. നല്ല കാര്യം. ശരി, എന്നാൽ ഞാൻ വെക്കാണ്. ബൈ.
നീ വെക്കുന്ന മുമ്പ് ഞാൻ വെച്ചു. ബൈ. ഈ കീരി എരി രാവിലെ നിന്ന് തുടങ്ങിയല്ലോ. ഓ, ഇനി മനുഷ്യനെ ചെയ്താലും ഉണ്ടാവത്തില്ല. ഞാനും എൻ്റെ കൊച്ചും കുറച്ച് സമാധാനം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. തരാൻ പറ്റുമോ? ഞാതെ നടക്കുമെന്ന് തോന്നില്ല. ആ ചെറുക്കൻ ഇപ്പോൾ വരും. നിങ്ങളിങ്ങനെ അടി ഉണ്ടാക്കി നിൽക്കാണ്ട്. ബൈ ദ വേ, മമ്മി പറയുന്ന ചെക്കൻ്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. അതെന്താണ്ട് ആദോ ഹവയോ? ആ അതും 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 പേര് അതും. അന്ന് പറഞ്ഞതെന്തോ അസ്രയിലെന്നോ മറ്റുമല്ലേ? അല്ലേ? ആയിരുന്നെന്ന് എൻ്റെ ഒരു വിശ്വാസം. അത് അയാളാണ് ഫസ്റ്റ് പെണ്ണ് ചോദിച്ചു വന്നത്. അപ്പം ഞാൻ കരുതി ചെക്കനെന്ന്. പക്ഷേ പിന്നെ അയാൾ പറഞ്ഞ് എനിക്കല്ല, എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഞാൻ പെണ്ണ് ചോദിച്ചത്. ആ കൂട്ടുകാരനാണ് ഈ ആടം. പിന്നെ അവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അങ്ങനെ പ്രത്യേകിച്ച് വീട്ടുകാരൊന്നും ഇല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇവൻ ചോദിച്ചു വന്നതെന്ന് പറഞ്ഞ്. അല്ലാണ്ട് വേറൊന്നുമില്ല. അതാ ഞാൻ ഫസ്റ്റ് അസ്രയെന്ന് പേര് പറഞ്ഞ്. ചെറുക്കൻ്റെ പേര് ആടം. അത് കൊള്ളാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ്, വീട്ടുകാരെ പോലെ അല്ലേ? അത് ശരിക്കും നല്ല സംഭവമാണ്. ഒരു വീട്ടിലുള്ള ആളെ പോലെ തന്നെ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് സൂപ്പറാണ് സംഭവം അല്ലേ? ആ ചേച്ചി ആളെ കണ്ടിട്ടില്ലല്ലോ. ആള് നല്ല ചുള്ളൻ ചെക്കനാന്ന് അമ്മ പറഞ്ഞേ. എന്തായാലും കൊള്ളാം ചേച്ചി, കൊള്ളാം. ചേച്ചീൻ്റെ വായിന്നൊരു യെസ് വാക്ക് കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇവിടെ ആരോ ഫ്രണ്ടിന് ഇത് കാണാൻ വേണ്ടി വന്നതാ. അപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്തായാലും ഡിസ്ചാർജ് ഇന്നല്ലേ, അപ്പം ഞാൻ വന്നിട്ട് പോയാൽ മതിയെന്ന്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ഇന്നവർ അവരെ കണ്ടിട്ടില്ലല്ലോ. സോ മൈ ഗുഡ് ബി ഈസ് കമ്മിങ്. ഐ എം റൈറ്റ്. അപ്പോൾ ചേച്ചിക്ക് ഓക്കെ ആണോ? പോടി, ഞാൻ തമാശയ്ക്ക് വെറുതെ പറഞ്ഞതാ. ഇനി അതിൽ പിടിച്ച് കയറ്. ആണോ? ഓക്കെ ആണെന്നേ. ചേച്ചി, എൻ്റെ ചേച്ചിക്ക് ഒരു ലൈഫൊക്കെ വേണ്ട. എൻ്റെ രസമുള്ള കൂടെ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടല്ലോ, പിന്നെന്താ? അതിൽ കൂടുതൽ എന്തോ വേണം? അയ്യോ, അങ്ങനെയല്ല ചേച്ചി. അല്ലാണ്ട് പിന്നെ എന്ത് ലൈഫ്? നീ ഏതാ ഉദ്ദേശിച്ചത്? അത് ചേച്ചി, ഇഷ്ടമുള്ള ഒരാളെ കല്യാണമൊക്കെ കഴിച്ച് ചേച്ചി ഒരു കല്യാണം കഴിച്ചുകൂടെ? അമ്മ പറഞ്ഞ ആ ചേട്ടനെ ചേച്ചിയുടെ കോമ കിടക്കുമ്പം കാണാൻ വന്നത്ര. ചേച്ചിയുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് പോരും. ചേച്ചിക്ക് ഒരു പ്രസൻറ്റും കൊണ്ടുവന്നായിരുന്നു. അതാണ് ചേച്ചിയുടെ കഴുത്തിലെ ആ ചെയിൻ. ഓ മൈ ഗോഡ്, ഈ ചെയിൻ ആളിട്ടെന്നാണോ? രസമോളെ, എനിക്കിത് വേണ്ട. കാര്യം എനിക്കിഷ്ടമായി, പക്ഷേ എനിക്ക് തന്ന ആളെ ഇഷ്ടമായിട്ടില്ല. മോളെ, നിനക്കറിയാലോ, നിൻ്റെ അടുത്തൊരു ഹിന്ദു ചെക്കനെയോ ഇസ്ലാമിക് ചെക്കനെയോ കൊണ്ടു നിർത്തിയിട്ട് അവനെ കെട്ടാൻ പറഞ്ഞാൽ നീ കെട്ടുമോ? അതിനോ ചേച്ചി ഇസ്ലാമിക്കാണ്. ബട്ട് ആളെ ഒന്ന് കണ്ടൂടെ? ചേച്ചി എൻ്റെ അടുത്ത് ഹിന്ദുവിനെയോ ഇസ്ലാമിക്കിനെയോ കെട്ടാൻ പറഞ്ഞാൽ ഞാൻ കിട്ടില്ല. പക്ഷേ എനിക്ക് ആളടുത്ത് ആളെന്നീ കല്യാണം കഴിക്കാൻ എന്നെ കെട്ടാൻ പോകുന്ന ആളടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ, ആളെനിക്ക് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആളോടൊരു പ്രേമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആളെ കിട്ടും. മോളെ, നീ എന്താ പറഞ്ഞു തരണേ? ജസ്റ്റ് ഒന്ന് നോക്ക്. ജസ്റ്റ് ട്രൈ ടു ലവ് ഹിം. മോളെ, എനിക്ക് അതിനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ പൊന്നു മോളെ, എനിക്ക് അതൊന്നും നടക്കൂലെന്ന് തോന്നുന്നത്. അത് വേണോ? നീ എന്തിനാ വെറുതെ അവൻ്റെയും കൂടെ ജീവിതം തൊലയുന്നത്? കാര്യമൊക്കെ പറയുന്നത് എനിക്കെന്തായാലും അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. വേണം 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 വേണം, പ്ലീസ് ചേച്ചി, പ്ലീസ്. എനിക്ക് മുത്തല്ലേ, പ്ലീസ്. ആ ചേട്ടൻ ചേച്ചി കല്യാണം കഴിക്കണം, പ്ലീസ് പ്ലീസ്. ആ ശരി, നീ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞു ചേച്ചിക്ക് ഓക്കെ. അപ്പോൾ ചേച്ചിക്ക് ഓക്കെ അല്ലേ? ഐ ആം സോ ഹാപ്പി. ഹലോ റോസി. ഹൂ ആർ യു? എനിക്കറിയില്ലല്ലോ ആരാ. അല്ല, എനിക്ക് നിങ്ങളുടെ സൗണ്ട് ഇവിടെ കേട്ട ഓർമ്മയുണ്ട്. എന്നെ നിങ്ങൾക്ക് നേരത്തെ അറിയൂ. ആരാ നിങ്ങൾ? ഓ ശരി, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഐ ആം ആഡം ജോൺ അബ്രഹാം. ഓ, എൻ്റെ അമ്മ എനിക്ക് കണ്ടുപിടിച്ച ചെക്കൻ. നോപ്പ്,
ഞാൻ നിന്നെ കണ്ടുപിടിച്ചത്. എനിക്ക് റോസ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഈ റോസ് എനിക്കിഷ്ടമായി. കെട്ടി കൂടെ കൊണ്ടുപോകാൻ തോന്നി. പിന്നെ നിൻ്റെ വീട്ടിൽ ചോദിച്ചപ്പം വീട്ടിലും ഓക്കെ. ഇനി നിൻ്റെ സമ്മതം മാത്രമേ അറിയാനുള്ളൂ. നിനക്ക് ഓക്കെ അല്ലേ? ഇനി എന്നാ അറിയാനാ മാഷെ? എൻ്റെ അറിവോ സമ്മതവും ഇഷ്ടമോ ഒന്നുമില്ലെങ്കിൽ നിങ്ങളെന്നെ സ്വന്തമാക്കിയില്ലേ. ഇനിയിപ്പം ഞാൻ എന്തോ പറയാനാ? റോസ്, ആക്സിഡൻറ്റ് പറ്റിയപ്പം ഉണ്ടായിരുന്ന ഹീറോയൊക്കെ പറഞ്ഞു പോയോ? ഞാൻ എപ്പോൾ സ്വന്തമാക്കിയെന്ന് ഈ പറയുന്നത്? ബൈദവേ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മുഖാമുഖം ഇരുന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ടല്ലേ? നീ എന്നെ കണ്ടിട്ട് കൂടിയില്ല അല്ലേ? സത്യമല്ലേ? പിന്നെ നീ എപ്പോഴത്തെ കാര്യം പറയുന്നത്? അത് പിന്നെ ഒരു ചെക്കൻ ഒരു പെണ്ണിൻ്റെ കഴുത്തിട്ട് ഒരു മാലയൊക്കെ ഇട്ട് തരുന്നത് കല്യാണത്തിനാണ്. ഞങ്ങളുടെ നാട്ടിലിങ്ങനെയാണ്, നിങ്ങളുടെ നാട്ടിൽ വേറെ ആണോന്ന് എനിക്കറിയത്തില്ല. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. നിന്റെ കഴുത്തിൽ ഞാൻ ഇട്ട് തരാം. ഐ ലവ് യു. എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? മറന്നുപോയതൊക്കെ ഓർമ്മ വന്നോ? ഓ, അതാണോ? ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നേരാ. അതിൻ്റെ ആവശ്യമില്ല. ശരി, എന്തിനാ എന്നെ കാണാൻ വന്നേ? ഒന്നുമില്ലാന്നേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോസിനെ എനിക്ക് ഇഷ്ടമായി. ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കണ്ടു കഴിഞ്ഞില്ലേ? ഇനി എന്താ അടുത്തത്? ഓക്കെ, ഞാൻ വന്ന ഇഷ്ടമല്ലാന്ന് മനസ്സിലായി. സോ ഞാൻ പോവാണ്. ഓക്കെ, ബൈ. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പറഞ്ഞത് റോസായതുകൊണ്ട് അതിന് പല അർത്ഥങ്ങളും കാണും. അങ്ങനെയാണോ? അതേലോ, എന്നെ സഹിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഞാനിങ്ങനെയാണ്. ബട്ട് ഇഷ്ടമായിപ്പോയല്ലോ. ഇനി സഹിക്കാതെ വേറെ വഴിയില്ലല്ലോ. എന്നാലും ഇട്ടിട്ട് പോകില്ല അല്ലേ? ഇട്ടിട്ട് പോകത്തൊന്നുമില്ല, പക്ഷെ ഇപ്പം ഞാൻ പോവാ. നിനക്ക് വീട്ടിൽ പോകണമല്ലേ? എത്ര മാസമായി ഈ ആശുപത്രി തന്നെ കിടക്കുന്നു. നിനക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരുന്നു. ഞാൻ അറിഞ്ഞായിരുന്നു കാണാൻ വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ. അതുകൊണ്ടാണല്ലോ കഴുത്തിലൊരു സമ്മാനം. ബട്ട് പറയാതിരിക്കാൻ പറ്റില്ല, ആക്ച്വലി ആ മാല നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ. ഐ ലവ് ഇറ്റ്. പോകുമ്പോൾ ഇതോടെ കൊണ്ടുപോയിക്കോന്നേ. ഇറ്റ്സ് നോട്ട് നീഡഡ്. ഇത് ആ കഴുത്തിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ രസം. ഇതുപോലെ ഒന്നുകൂടെ വാങ്ങണം. അതെന്തിനാ ഒന്നും കൂടെ വാങ്ങുന്നത്? അതെൻ്റെ കൊച്ചിന്. ഓഹോ, അപ്പോൾ കെട്ടുകഴിഞ്ഞ് കൊച്ചൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ ഈ സെക്കൻഡ് മാരേജാ? ഹലോ സാർ ഞങ്ങൾക്ക് ഓർഡർ തന്ന പോലെ ഞങ്ങളുടെ ആശ്രമത്തിലെ കഥ കഴിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എനിക്ക് അവിടെ ഉണ്ടാവാൻ പറ്റാത്തത് കഷ്ടമായല്ലോ. എനിക്ക് കാഴ്ച കാണുന്നായിരുന്നു. അവനെൻ്റെ പെണ്ണിനെ. എടാ, ഒരു നല്ല പിക്ക് എടുത്തിട്ട് എനിക്ക് സെൻഡാക്കുക. എന്നിട്ട് വേണ്ടതൊക്കെ അറിയാലോ. ജസ്റ്റ് അത് ചെയ്യൂ. അവൻ്റെ 3 മില്യൺ ഒരു ചെക്ക് അവൻ്റെ പോക്കറ്റിലിട്ടേക്ക്. ഓക്കെ ബോസ്, എല്ലാം ബോസ് പറയുന്ന പോലെ. മാഡം, എന്തായിരുന്നു? ആരാ വിളിച്ചേ? എന്തായാലും നീ അതിനുള്ളതില്ല. എങ്കിൽ നിങ്ങളെന്നെ കെട്ടില്ല. എൻ്റെ പെണ്ണെ, ടൈം ഉണ്ടല്ലോ, ഞാൻ എല്ലാം പറയാൻ പോരെ? അതെന്നെ അങ്ങനെ? ടൈം ആകുമ്പോൾ നീ എല്ലാം അറിയൂ എൻ്റെ റോസേ. പറയൂല? എന്നാ എന്നോട് മിണ്ടണ്ട. അങ്ങനെ പറയില്ല റോസേ. പറയും. ഈ മാല നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരിക്കലും കഴിക്കില്ലേ? ഇല്ല, ഞാനത് കളയും. എനിക്കിത് വേണ്ട. അത് കളയൊന്നും വേണ്ട. നല്ല മാലല്ലേ, നിനക്ക് നല്ല ചേരുന്നുണ്ട്. പിന്നെ എല്ലാം ഞാൻ പിന്നെ പറയാന്നേ. എല്ലാ സമയമാകുമ്പോൾ നീ അറിയും. എന്നാൽ ഞാൻ പോട്ടെ റോസേ. ബൈ. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തൊന്നും മറച്ചു വെക്കാൻ പാടില്ല. ഓക്കെ, എല്ലാം പറയാം. ആദ്യം നീ ഒന്ന് നോക്കിയാലോ ഫസ്റ്റ്. പിന്നെ റോസേ, എപ്പോഴാണ് നമ്മുടെ കല്യാണം? അതെ, നിൻ്റെ 16 എതിർത്തിൻ്റെ അന്ന്. അപ്പം എൻ്റെ ആത്മാവാണോ നിൻ്റെ കഴുത്തിൽ മിങ്ക് കിട്ടാൻ പോകണ്ടേ? എനിക്കറിയാൻ പാടില്ല. പൊക്കോ, എനിക്ക് കാണണ്ട. ഓ, ആയിക്കോട്ടെ, ഞാൻ ശരിക്കും പോവേ. ആടാ, നീ പൊക്കോ. ബൈ. ഇനി ഞാൻ പോയിക്കോളാം. ബൈ. എന്തിനാ നീ ഇപ്പം എനിക്ക് ഉമ്മാന്നെ?
ബൈ, ലവ് യു. ഹിഹി, ഇപ്പോൾ പറഞ്ഞ ഈ ആഗ്രഹം മനസ്സിൽ മാത്രം വെച്ചാൽ മതി. എന്തിനാ ആൻറ്റി അയാളെ കാണാൻ ഞാൻ പോന്നേ? മാഡം, അവനെയല്ലേ നീ കല്യാണം കഴിക്കാൻ പോകുന്നേ? പിന്നെ കണ്ട എന്താ? നിർത്ത ആൻറ്റി, എന്തുവാ ഇത്? ഫുൾ ടൈം ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് ലൈക്ക് ദിസ് മാരേജ്. പിന്നെ ആൻറ്റിക്ക് അറിയാം, കുഞ്ഞ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് ഓക്കെ പറഞ്ഞതെന്ന്. ഹലോ ആൻറ്റി. ഹലോ റോസി. മാരണം ലാൻഡഡ്. എനിക്കറിയാം കാണാൻ വിളിച്ചാൽ വരത്തില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതൊന്നും കുഴപ്പമില്ല മോനെ, നീ അകത്തേക്ക് വാ, ഇരിക്ക്. എന്ത് റിസമോള് അവളോട് പോയി? അല്ല, ആങ്ങളേക്ക് അറിയത്തില്ലായിരുന്നു പെങ്ങൾക്ക് കോളേജുള്ള കാര്യം. ഓഹോ, എപ്പോഴാ വരിക? ഒരു 4 മണിയാവും. ആ ആൻറ്റി. എന്താ മോനെ? ആൻറ്റി, എനിക്കധികം പബ്ലിസിറ്റിയുടെ കാര്യം ഇഷ്ടമല്ല. ബട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം സീരിയസ് ആക്കി എടുക്കാം. എനിക്ക് രജിസ്റ്റർ മാരേജാണ് ഇഷ്ടം. റോസ്മെരിക്ക് ചർച്ചിൽ വെച്ച് ആർഭാടായിട്ട് വേണമെങ്കിൽ അതിന് ഞാൻ ഓക്കെയാണ്. മാഡം, നിനക്കിതാണോ ഇഷ്ടം? ആ അതെ, അതിനോട് ഞാൻ പറഞ്ഞേ. ബട്ട് എല്ലാം നിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നുള്ളൂ. നിനക്കേതാ ഇഷ്ടം? മക്കളെ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതന്നെ ചെയ്താൽ മതി. ബട്ട് മാരേജ് സിമ്പിളായ റിസ്ക്കൊക്കെ സംഭവിക്കും. കാരണം നമ്മൾ മാരേജിനെ പറ്റി എന്തൊക്കെയോ വീട്ടിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, അവളുടെ ഫ്രണ്ട്സിനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഈ ഐഡിയ റോസിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. റിസൈഡ് തരാനാണ് തരാം. റോസിനെന്താ ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യാം. കർത്താവെ, നല്ലൊരു ജീവിതം എൻ്റെ മെഹറിന് കൊടുക്കണേ. അവൾ കുറേ അനുഭവിച്ചു. റിസൾട്ട് നമുക്ക് ഗ്രാൻഡായിട്ട് നടത്താം. ആ മക്കളെ, നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോൾ വരാം കേട്ടോ. ആൻലിയായിട്ട് എങ്ങോട്ടൊക്കെ പോയേ? എന്തേലും പണി ഉണ്ടാവായിരിക്കും, അതായിരിക്കും പോയെ. റോസി, എന്നെ ഇഷ്ടമാണോ? അല്ലല്ലോ. ഓ, ഫേക്ക് ലവ് റോസ്. അതിന് റിയൽ ആവാനും ഫേക്ക് ആവാനും വേണ്ടിയിട്ടുള്ള ലവൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ മാഡം. എന്നെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? തോന്നുന്നത് ചെയ്യും ഞാൻ. മാഡം, എനിക്കിനി സേഫാന്ന് തോന്നി. സോ ഐ സേഡ് യെസ്. ആ അത് കൊള്ളാലോ. ഐ നോ, ഞാൻ പൊളിയില്ലേ? അതേലോ, നല്ലോണം സൂപ്പർ. ആഡം, എന്തോ കണ്ടിട്ടാ എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് വന്നേ? ആഡം ജോൺ അബ്രഹാം, കാര്യമില്ലാതെ ഒന്നും ചെയ്യലില്ല. അതിലേറ്റവും വലിയ കാര്യമാണ് നീ. ഒരുപാട് ഇഷ്ടമാണ് നിന്റെ കണ്ണുകൾ. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നും ആ കണ്ണുകളിലേക്ക് നോക്കുന്നുള്ളൂ. സ്നേഹം, ദയ, കരുണ, അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ നിന്റെ കണ്ണുകളിൽ എനിക്കെന്നെ കാണാൻ കഴിഞ്ഞു. കൂടുതൽ ഉണ്ടെങ്കിൽ ജീവിതം സ്വർഗമായി എന്ന് തോന്നിപ്പോയി. നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ജീവനാണ് നീ എനിക്ക് റോസ്. ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നീ എന്നെ ഇഷ്ടപ്പെടണം എന്നുമുണ്ട്. ഒരിക്കൽ കണ്ടപാടെ എങ്ങനെ എത്ര ഇഷ്ടമാവാ? അതിനിഷ്ടം തോന്നാൻ വർഷങ്ങളൊന്നും വേണ്ട, നിമിഷങ്ങൾ മാത്രം മതി. മമ്മി, നിങ്ങളുടെ സണ്ണിലൊക്കെ നെല്ലിക്കത്തളം വെക്കണം, എന്നിട്ട് കെട്ടിൻ്റെ കാര്യം ആലോചിക്കാം. എടി എടി. ആഡം, എനിക്ക് നീ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു. ശരി, ഇനി പറ, ആരാ നിനക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത്? എൻ്റെ മനസ്സിൽ ഇടം പിടിക്കാൻ എന്തായാലും കുറേ കഷ്ടപ്പെടേണ്ടി വരും. സാരമില്ല, എല്ലാം നല്ലതാ. കീപ് ഇറ്റ് അപ്പ്. ഏത് ഐഡിയ? ഞാൻ ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ലല്ലോ, ആരും പറഞ്ഞതൊന്നുമില്ല. അതെ, എനിക്ക് സിമ്പിൾ മാരേജ് ഇഷ്ടമാണ്. റോസി, എനിക്കാരും ഐഡിയ പറഞ്ഞില്ല. എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല, ദാറ്റ്സ് ഓൾ. ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ കാണിക്ക്. നീ തന്നെ ഒരു ഡേറ്റും ഒരു ടൈമും ഒക്കെ ഫിക്സ് ചെയ്യേ. എന്നിട്ട് സമയമാകുമ്പോൾ ഞാൻ വന്ന് ഒപ്പിട്ടോളാം. സന്തോഷമായില്ലേ? എന്താ ആൻറ്റി, നിങ്ങളുടെ മോള് മാത്രം ഇങ്ങനെ? സാധാരണ പെൺപിള്ളേരൊക്കെ എന്നെ പറ്റി കേട്ടാൽ തന്നെ തലയും കുത്തി വീഴും. ഇവിടെ ഒരു സിംഗിൾ പീസാണല്ലോ. എൻ്റെ കൊച്ചിങ്ങനെ ആയിപ്പോയി, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? പക്ഷെ ഉണ്ടല്ലോ ആൻറ്റി,
എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ലഹർ, ഞാൻ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ട് ആദ്യം വിളിക്കാം. എന്നെ വേണ്ട, അവളെ വിളിച്ചാൽ മതി. നമ്പർ ഞാൻ തരാം. 9091929394. ഇതാണ് അവളുടെ നമ്പർ. താങ്ക്സ് ആൻറ്റി. വെൽക്കം. ഇച്ചായ റിസ വന്നോ നീ? വന്നല്ലോ. നിന്റെ ചേച്ചിയാ പറഞ്ഞ നീ വരാൻ ലേറ്റ് ആകുമെന്ന്. ആ, ഇന്ന് നേരത്തെ വിട്ടയാ. ഓ അതാണോ? റോസേച്ചോട് മിണ്ടിയാ? ആ, ഞാൻ കല്യാണം തീരുമാനിക്കാൻ വന്നതാ. ആണോ? എന്നിട്ട് ഇച്ചാൻ്റെ വീട്ടുകാരൊക്കെ എവിടെ? വീട്ടുകാരാവില്ല. ശരിക്കും ഞാൻ ഓർഫനാണ്. അയ്യോ സോറി, എനിക്കറിയില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, സോറി ഒന്നും വേണ്ട. എനിക്കിപ്പോൾ ഫാമിലി ഉണ്ടല്ലോ. നീ എൻ്റെ അനിയത്തി, അപ്പുറത്തെ മുകളിൽ എൻ്റെ ഭാര്യ, ആൻറ്റി, എൻ്റെ അമ്മ, എല്ലാം സെറ്റല്ലേ? ആ അതാണ്. ഇച്ചാനെന്തെങ്കിലും കഴിച്ചായിരുന്നോ? മോളെ കഴിച്ച്. റിസ എൻ്റെ കൂടെ കറങ്ങാൻ വരുന്നു പുറത്തേക്ക്. ഡബിൾ ഓക്കെ. മുകളിൽ ഒരുത്തി അവരുടെ സംഭാഷണം എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലേ എന്നെ വെയിറ്റ് ആക്കോ? 50 മിനിറ്റ്സ് ഒന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ. ആൻറ്റി അവളെ സന്തോഷം കണ്ടു. കണ്ടു മോനെ, എനിക്കൊരു മോനുണ്ടായിരുന്നു. നിന്റെ പ്രായം കാണത്തുള്ളൂ. അവനൊരു അപകടത്തിലങ്ങ് പോയി. അതിനുശേഷം റിസ വലിയ സങ്കടത്തിലും റോസ് വലിയ ദേഷ്യത്തിലുമായിരുന്നു. വേണമെന്ന് വെച്ചില്ല, സാഹചര്യം കൊണ്ട് അവരങ്ങനായിപ്പോയി. റോസിൻ്റെ റിസേനെയും കുരുത്തക്കേടൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് റോബിനായിരുന്നു. അവൻ പോയ ശേഷം റിസമ്മളുടെ മുഖത്ത് ഞാനിങ്ങനെ സന്തോഷം കണ്ടിട്ടേയില്ല. ആൻറ്റി ഇപ്പം ഞാൻ ഇല്ലേ, പിന്നെ റിസേ ഞാൻ ഇപ്പോൾ ഹാപ്പി ആക്കി എടുത്താൽ പോരെ? സെറ്റല്ലേ? ഇച്ചാ 5 മിനിറ്റ്സ്, ഞാൻ ഹെയർ സെറ്റാക്കി തരാവേ. എൻ്റെ റിസ മോളെ, നീ പയ്യെ വന്നാൽ മതി. ഇച്ചിരി ഇവിടെ തന്നെ കാണും. ഇച്ചയും ഇല്ല, അനിയത്തിയും ഇല്ല. താഴെ പോയി നോക്കിയാലോ? വേണോ? പോവാല്ലേ? എന്താ താഴേക്ക് വന്ന്? ഞങ്ങൾ പോയിന്ന് കരുതിയോ? അങ്ങനെയല്ല, എൻ്റെ ഫോൺ അത് കാണുന്നില്ല. ഞാൻ അത് തപ്പി വന്നതാ, വേറൊന്നല്ല. ഒരു ഫോൺ കാണിച്ചിട്ട് അവൻ ചോദിച്ചു. ഇതാണ് എൻ്റെ ഫോണ്? ആ ഇതന്നെ. ഇതെവിടുന്ന് കിട്ടിയേ? ഞാൻ നിൻ്റെ ഫോൺ നമ്പർ കിട്ടിയപ്പോൾ സേവ് ആക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് കോൾ ആക്കി നോക്കി. അപ്പോൾ ഇവിടെ കിടന്ന് അടിക്കുന്നുണ്ടോ? അതാ ഞാൻ എടുത്തു വെച്ചേ. റിസ മോളെ, നമുക്ക് ബൈക്കിൽ പോകണോ കാറിൽ പോകണോ? ഇച്ച ബൈക്കിൽ പോവാം നമുക്ക്. ഹലോ സാർ. അരേ വാ, വിത്തിൻ 50 മിനിറ്റ്സ് എൻ്റെ ഗുഡ് ബീയുടെ വീട്ടിലേക്ക് എൻ്റെ ബൈക്ക് കൊണ്ടുവരണം. ഓക്കെ? ഓ ഓക്കെ സാർ, ഞാൻ കൊണ്ടുവരാം. റിസ, ഒരു 15 മിനിറ്റിനുള്ളിൽ ബൈക്ക് ഇവിടെ എത്തും. എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ? ഓക്കെ അച്ഛാ. കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ട് അവൾ പുറത്തേക്ക് പോയി നോക്കി. അവിടെ ഒരു പെൺകുട്ടി, അവളുടെ കൂടെ ഒരു ബൈക്കും. സത്യത്തിൽ അവൾ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. അവളുടെ മുമ്പിലുള്ള പെൺകുട്ടിയോട് അവൾ സംസാരിക്കാൻ തുടങ്ങി. മാം, ഞാൻ ആഡം ജോൺ അബ്രഹാം, എൻ്റെ ബോസ് പറഞ്ഞിട്ട് വന്നത്. അരേ വാ. ഓ ആ, അവൻ പറഞ്ഞിട്ട് വന്നാണോ? അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ആഡം. ഷാർപ്പ്. സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ ഏറ്റവും എക്സ്പെൻസീവായ ബൈക്കിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ടെന്നറിയാവോ, നിനക്ക് ഈ മന്ത് ബോണസ് ഉണ്ടാവും. ബിക്കോസ് നിന്നെ പോലത്തെ സിൻസിയർ സ്റ്റാഫ്സിനാണ് എനിക്ക് വേണ്ടത്. അറിയാവാ, എന്തായാലും നീ എൻ്റെ കാറ് മാൻഷനിൽ കൊണ്ടിട്ടേക്ക്. കീ അതിൽ തന്നെയുണ്ട്. നിനക്ക് വേറെ ഷെഡ്യൂൾസ് ഒന്നുമില്ലല്ലോ? ഇല്ല സാർ, കാർ ഞാൻ എടുത്തോളാം. ഓക്കെ അറിയാവാ, ഞാൻ ബൈക്കിൽ റൈഡ് പോവാം. നീയും പൊക്കോളൂ. സാർ. യാ. സാർ, I know it's your fiance's house. If you don't mind, can you please introduce your future wife? അമ്മ, റിസ.
അരേവ, ഇറ്റ്സ് റിസ, മൈ സിസ്റ്റർ. ഹലോ ഹലോ ആൻഡ് ദിസ് ഇസ് ആൻലി ആൻറ്റി, എൻ്റെ അമ്മ. ഹലോ മോളെ. ഹലോ ആൻറ്റി. സാറിൻ്റെ ഫ്യൂച്ചർ വൈഫിനെ കാണിച്ചില്ല. ഇനി ഞാൻ വിളിക്കണോ? ഓ സോറി, അവൾ അകത്തേക്ക് പോയി. അതാണ് ഞാൻ കാണിക്കാൻ പറഞ്ഞേ. ഞാൻ അവൾ വിളിക്കാം. റോസ് മേരിയ, ഇങ്ങോട്ട് പോ. വളരെ റൊമാൻറ്റിക്കായി ആഡം അവൾ വിളിച്ചു. അത് കേട്ടിട്ട് അവൾക്ക് സഹിച്ചില്ല. അതുകൊണ്ട് അവൾ പുറത്തേക്ക് വന്നു. അവൾ വന്നു. അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആഡം പറഞ്ഞു, അരേവ, ദിസ് ഈസ് മിസ്സിസ് റോസ് മേരിയ ആഡം, എൻ്റെ വൈഫ്. ആൻഡ് റോസ്, ഇതാണ് അരേവ, എൻ്റെ PA ആണ്. മൈ ഫേവറേറ്റ് സ്റ്റഫ്. വീട് മനുഷ്യല്ല. ഇതാ ഫേവറേറ്റ് സ്റ്റാഫ്. എങ്കിൽ ഇതിനെ തന്നെ കല്യാണം കഴിച്ചാൽ പറയുന്നോ? അയ്യോ, മാഡം ഭയങ്കര തമാശക്കാരാണെന്ന് തോന്നുന്നു. സാറിനെ കല്യാണം കഴിക്കാൻ ഒരു ഓഫർ കിട്ടിയ ആരാ വേണ്ടെന്ന് വെക്കാം? ഞാൻ ഓൾറെഡി മാരീഡാണ് മാഡം. സോ എനിക്ക് സാറിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഓ, അത് നന്നായി. ഏതായാലും നൈസ് ടു മീറ്റ് യു മാം. നൈസ് ടു മീറ്റ് യു ടു അരേവ. അരേവ, ശരി എന്നാ, നീ പോയിക്കോ. ഓക്കെ സാർ. റീസ, നമുക്കെന്നാ പോയാലോ? വേഗം വാ. അയച്ചാ ഞാൻ കയറി. എന്നെ പഠിപ്പിക്കോ എങ്ങനെ ഓടിക്കാന്ന്? റോസേജിക്ക് തന്നെ, പക്ഷെ എന്നെ പഠിപ്പിക്കൂല. പഠിപ്പിക്കാലോ. ഇന്നല്ല, പിന്നെ ഒരു ദിവസം പഠിപ്പിക്കാം. നമുക്ക് നേരം പറയില്ലേ? സത്യമായിട്ടും എന്നെ പഠിപ്പിക്കാവോ? സത്യമായിട്ടും. എന്നാ ഓക്കെ, നമുക്ക് പോവാം. അമ്മയോടും ചേച്ചിയോടും ബൈ പറ. ചേച്ചിയൊക്കെ പോയി, അമ്മയോട് പറയാം. എന്താ അമ്മയോട് പറ? ബായ് അമ്മ, ഞങ്ങൾ പോയിട്ട് വരാവേ. ബൈ, പോയിട്ട് വാ. എനിക്ക് ഐസ് മതി ഇച്ചേ. ഇഷ്ടമുള്ള ഫ്ലേവർ നോക്കി വാങ്ങിച്ചോ. ഇച്ചയ്ക്ക് ഏത് ഫ്ലേവർ വേണ്ടേ? എനിക്ക് സ്ട്രോബെറി വാങ്ങിച്ചാൽ മതി. എനിക്ക് ഐസ് വേണ്ട. എന്താ വെച്ചാൽ നാളെ മീറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. തൊണ്ടയ്ക്ക് പനി കിട്ടി, പിന്നെ പോയി, എല്ലാം തീർന്നു. നീ വാങ്ങിച്ചോ. ഇച്ചടുത്ത് പൈസ ഉണ്ടോ വാങ്ങിക്കാൻ? ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പേ ചെയ്യണ്ട. ഇത് നമ്മുടെ കടയാണ്. ആണോ? റിച്ച്. പിന്നല്ല, ഇച്ചിരി സംഭവമല്ലേ. നിനക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ വാങ്ങിച്ചോ. പിന്നല്ല, ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് എൻ്റെ ചായ. എനിക്ക് 3 ഐസ് വേണം. ഓക്കെ ചേട്ടാ, ഇവർക്ക് ഇഷ്ടമുള്ള 3 ഫ്ലേവർ ഐസ് എടുത്ത് കൊടുക്കും. ശരി സാറേ. കുഞ്ഞിന് ഏതാ ഐസ് വേണ്ടത് പറയൂ, എടുത്തുതരാം. വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, ഈ 3 ഫ്ലേവർ മതി. ഇതുണ്ട് സ്ട്രോബെറി ഫ്ലേവർ ഐസ്. ഇതാണ് റോസേജിൻ്റെ ഫേവറേറ്റ്. ആണോ? സ്ട്രോബെറി ആണോ അവൾക്ക് ഇഷ്ടം? വേറെന്തൊക്കെ ഇഷ്ടം? റോസിന് എന്തൊക്കെ ഇഷ്ടം അതൊക്കെ പറയും. അനിമൽസിൻ്റെ കേസിൽ വരുവാണെങ്കിൽ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം ബണ്ണീനെയാണ്. പിന്നെ ചേച്ചിക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ ബനാന ഇഷ്ടമാണ്. ഇത് രണ്ടാണ് ചേച്ചിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട്. പിന്നെ 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 ബോയ്സിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ചേച്ചിക്ക് താടിയും മീശയൊക്കെ ഉള്ള ചെറുക്കന്മാരെ കുറച്ചും കൂടി ഇഷ്ടമാണ്. ഈ ക്ലീൻ ഷേവ് ഒരു പാരയാവുമോ? പണ്ട് ചേച്ചിയുടെ കോളേജിലൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടന് ഭയങ്കര മീശയും താടിയൊക്കെ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ചേച്ചിക്ക് ഒരു ക്രേസ് ആയിരുന്നു പണ്ട്. അയ്യോ, ചേച്ചിയുടെ മാത്രമല്ല, കോളേജിലുള്ള എല്ലാവരുടെയും ക്രഷായിരുന്നു ആ ചേട്ടൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ചേട്ടന്. ഷോ
എന്നൊക്കെ സൂപ്പറായിരുന്നു അവൻ. ഇച്ച സുന്ദരനാണ്, ബട്ട് ഈ കുറച്ച് താടിയും മീശയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊളിച്ചേനെ. പക്ഷേ ഇപ്പം വേണ്ട കേട്ടോ, ഈ മുഖത്തിന് ഇത് തന്നെ ചേർച്ച. ആയിക്കോട്ടെ മാഡം. പിന്നെ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം പഠിക്കുന്നതാണ്. പിന്നെ ഈ തട്ടയില്ലേ മുസ്ലിം ഗേൾസ് വെക്കുന്നത്, ആ സാധനമൊക്കെ ആരും കാണാൻ എടുത്തിടലൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഇഷ്ടമാണ്. പിന്നെ റോസ് ചേച്ചി ബിസ്ക്കറ്റ് ലവറാണ്. പിന്നെ ഡ്രോ ചെയ്യാൻ ചേച്ചിക്ക് ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, അതൊരു ക്രേസാണ്. കൊറിയാണ് ചേച്ചിയുടെ ഫേവറേറ്റ് കൺട്രി. പിന്നെ K-pop, K-drama അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ തായ്ലാൻഡിലെ ഡ്രാമാസ്, അതും കാണലുണ്ട്. തായ്ലാൻഡും കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂന്ന് തോന്നുന്നു. കുട്ടിക്ക് ഇഷ്ടമല്ലേ K-popഉം കൊറിയൊന്നും? ഇല്ലില്ല, എനിക്ക് പാരീസ്, ലണ്ടൻ, കാലിഫോർണിയ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. ഈ തണുപ്പുള്ള രാജ്യങ്ങൾ, പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉള്ള നാടുകൾ, അതൊക്കെ എനിക്കിഷ്ടം. ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഇച്ച കൊണ്ടുപോട്ടുന്നില്ല. എൻ്റെ കൂടെ വരുമോ നീ? അയ്യോ അതൊന്നും വേണ്ടിച്ചേ, അതിന് കുറേ പൈസയാവും. ഇല്ലില്ല, നമുക്ക് ഫ്രീയാ. നമുക്ക് എൻ്റെ പ്രൈവറ്റ് എയർപോർട്ടിൽ നിന്ന് എൻ്റെ പ്രൈവറ്റ് ജെറ്റിൽ പോവാം. ഇച്ച എൻ്റെ കൂടെ ഐസ് അയച്ചാൽ ഞാനും വരാം. ഓക്കെ, അതാ ഞാൻ കഴിക്കാം. അവൾ വാങ്ങിച്ച ഐസിൽ നിന്ന് ഒരെണ്ണം അവന് കൊടുത്തു. അങ്ങനെ അവനെ കൊണ്ട് ആ ഐസ് അവളെ കഴിപ്പിച്ചു. എന്നാൽ പിന്നെ നമുക്ക് പയ്യെ സ്കൂട്ടായാലോ, നേരം കുറേ ആയില്ലേ. നീ പുറത്തേക്ക് പോയോ? എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ഇച്ചേ നല്ല മഴയ്ക്ക് പോലുണ്ട്, നമുക്ക് വേഗം പോവാം. അത് നീ പറഞ്ഞത് ശരിയാ, നമുക്ക് വേഗം പോയേക്കാം അല്ലേ? ഇപ്പൊ തന്നെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. നമുക്ക് വേഗം വീട്ടിൽ പോയാല് മഴ തീർന്നിട്ടാണെങ്കിൽ എനിക്ക് തിരിച്ചു പോകാലോ. പ്രത്യേകിച്ച് ബൈക്കല്ലേ, നിനക്ക് പനി പിടിക്കുവോ? ഇപ്പൊ തന്നെ പോണോ? ഓ ഇച്ചേ, പനി അതൊക്കെ കുഴപ്പമില്ല, നമുക്ക് വേഗം പോവാം. നമുക്ക് വേഗം വീട്ടിലെത്തിയാൽ മതി, ഇനി തണുക്കുന്നുണ്ട് തന്നിട്ട്. ശരി ശരി, നമുക്ക് വേഗം പോവാം. ഓ നല്ല കറണ്ടും ഇല്ല, നല്ല മഴയും പുറത്ത് പെയ്യുന്നുണ്ട്. അവളെന്താ വരാത്തേ? ഞാൻ അപ്പേ പറഞ്ഞ അവളെ അവൻ്റെ കൂടെ നിന്ന് വിടണ്ടാകും. നേരം കുറേ ആയി ആൻറ്റി, അങ്ങേരെ വിളിച്ചു നോക്ക്. അതൊന്നും വേണ്ട, അവളെ പോയത് അവളെ അയച്ചതിൻ്റെ കൂടെ അല്ലേ. പിന്നെ പ്രത്യേകിച്ച് അവൾക്കൊന്നും പറയാൻ പറ്റില്ല. ആൻറ്റി ആണെങ്കിൽ അകത്തോട്ട് കയറിപ്പോയി. അവളങ്ങനെ റിസനെയും കാത്ത് പുറത്തുതന്നെ ഇരുന്നു കുറേ നേരം. ഇച്ചായ സംഭവം ഡാർക്കായി തോന്നുന്നു, കുറേ നൈറ്റ് ആയില്ലേ, ഇവിടെ ലൈറ്റൊന്നും കാണുന്നില്ല. അയ്യോ, ഇനി എന്താണ് ലൈറ്റൊന്നും ഇടാത്തവര്? അയ്യോ, അങ്ങനൊന്നുമില്ല, നമുക്ക് അകത്ത് കയറാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. ചെലച്ചോണ്ട് നിൽക്കാതെ രണ്ടും അകത്ത് കയറാൻ നോക്ക്. കറണ്ട് ഇല്ല, അതാ ലൈറ്റ് ഇല്ലാത്ത. ചേച്ചി എന്നോടൊന്നും മിണ്ട് ചേച്ചിയെ എനിക്ക് വിഷമാവുന്നു. മഴയായതുകൊണ്ട് ലേറ്റായി. പ്ലീസ് എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട റോസേച്ചിയെ, പ്ലീസ് റോസേച്ചി. എൻ്റെ റോസ് എവിടെ ഉണ്ട്? എന്തുവാ ഇത്? ഒരു പാവല്ലേ രസ. സോറി അവൾക്ക് വേണ്ടി ഞാൻ സോറി പറയാം. മഴ ആയതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റായി. സോറി പ്ലീസ്. അവളുടെ അടുത്ത് ഉണ്ട്. നിനക്കറിയോ, പുറത്ത് പോയപ്പോൾ മുതലേ നിന്നെ പറ്റിയൊന്ന് സംസാരിച്ചോണ്ടിരുന്ന ഇവള്. നിന്നെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയല്ലേ, ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. റിസ, എൻ്റെ കുഞ്ഞു കരയല്ലേ, പ്ലീസ്. മോനെ ആടും ഒന്നിങ്ങോട്ട് വാ. അമ്മ വിളിക്കുന്നു, ഞാൻ പോവാട്ടോ. എന്താ അമ്മ വിളിച്ചേ? അവരുടെ അടി അവരെന്നെ കേൾക്കും. നമ്മൾ ഇടപെട്ട അത് വലിയ കുഴപ്പമാവും. റോബിനോടൊപ്പം അവനായിരുന്നു അവരുടെ മെയിൻ ടീച്ചർ. അവർ രണ്ടും ഒന്നായാൽ ഞങ്ങൾ രണ്ടും ഔട്ടാവും. ആഡമിൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ വിടർന്നു. മോനെ ഇന്ന് മഴയല്ലേ, നീ പോകണ്ടാട്ടോ. നല്ല മഴയാണ് പുറത്ത്, പിന്നെ ബൈക്കും. നാളെ പോവാം. ഇല്ലമ്മ, അറിയാതെ വിളിച്ച അവള് വന്ന് എന്നെ പിക്ക് ചെയ്തോളൂ, അത് കുഴപ്പമില്ല. ഞാൻ അവളുടെ അടുത്ത് പോയിക്കോളാം. ഇന്ന് മോനെ അമ്മ വിടത്തില്ല. റിസ, റോസ്, എന്താ അമ്മ? റോബിൻ്റെ റൂം ക്ലീൻ ചെയ്യും. പിന്നെ റോബിൻ്റെ 2 ഡ്രസ്സും എടുത്ത് കൊടുക്കുക. ഇന്ന് ആടം പോകുന്നില്ല, ഇവിടെ നിൽക്കുന്നത്. ഓക്കെ അമ്മ. ആ മോനെ
നീ റോസിൻ്റെ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിക്കോ. അപ്പം തന്നെ ഇവർ നിനക്ക് റൂം ക്ലീൻ ചെയ്ത് തരും. ഓക്കെ? റോസ് ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഞാൻ പോയിക്കോ. ഇല്ല ഇച്ച ഇന്ന് പോകണ്ട, ഇവിടെ നിന്നാൽ മതി. ഇച്ച പോകണ്ട. പോകണ്ട, ഇങ്ങോട്ട് വാ, എൻ്റെ റൂമിലേക്ക് പോയിക്കോ. വിളിച്ചെൻ്റെ റൂം ക്ലീൻ ആക്കിയിട്ട് വരാം. ഓക്കെ, നിങ്ങളെല്ലാവരും പറയുന്ന സ്ഥിതിക്ക് ഇവിടെ നിൽക്കാം. ഇങ്ങനെ നോക്കിയിരിക്കാനാണോ പ്ലാൻ? ഫ്രഷ് ആവണ്ടേ? ആ വേണം. നീ എന്നാ പൊക്കോ. ചെല്ല്, പോയി നിന്റെ ഇച്ചായ വിളിച്ചുകൊണ്ട് വാ. ചേച്ചി കെട്ടാൻ പോണ ആളല്ലേ? പുറത്തന്നെ ചേച്ചിയുടെ റൂമിലുള്ളത്. അവൻ്റെ ചേച്ചി പോയി വിളിക്കും, ഞാൻ തന്നെ പോന്നെ. ആഹാ, എന്നിട്ടിപ്പോൾ അങ്ങനെ ആയാ? ചേച്ചിയുടെ ഭാവി ഭർത്താവ്. എന്നിട്ട് ഒരുമിച്ച് കറങ്ങാൻ പോയത് നിങ്ങൾ, ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയത് നിങ്ങൾ, ഐസ് മേടിച്ചത് നിങ്ങൾ, ബൈക്കിൽ റൈഡിന് പോയത് നിങ്ങൾ, സംസാരിച്ചത് നിങ്ങൾ. എന്നിട്ട് വിളിക്കാൻ പറഞ്ഞപ്പം ഞാൻ കെട്ടാൻ പോകുന്ന ആൾ, അതുകൊണ്ട് ഞാൻ വിളിക്കണം. ഈ വിളിക്കാൻ പോകുമ്പോൾ മാത്രം നിനക്ക് പോയാൽ എന്താ പ്രശ്നം? ഇതെല്ലാം ഒരുമിച്ച് നിങ്ങളല്ലേ പോയത് അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. മര്യാദയ്ക്ക് അവർ വിളിച്ചിട്ട് വന്നു, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയൊന്നും പറയണ്ട, ഞാൻ പോയി വിളിക്കാം. അതല്ലേ വേണ്ടേ? ഞാൻ തന്നെ പോയി വിളിച്ചേക്കാം. ഓക്കെ? ആദ്യം സമ്മതിച്ചതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എൻ്റെ വനിത്രയും കേൾക്കേണ്ട വരില്ലായിരുന്നു. പോയി വിളിക്കും. എവിടെ നീ വിളിക്കാൻ പോയ ആളെവിടെ? ഇനി ഞാൻ വിളിക്കാൻ പോയിട്ട് കാര്യമില്ല. ഇച്ചാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങേരം അവിടെ കിടന്ന് ഞാൻ പിന്നെ അവിടെ പോയി കിടക്കും? ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റൂമും ഏറ്റവും വലിയ കട്ടിലും റോസേച്ചിയുടെ. അവിടെ നിങ്ങൾക്ക് രണ്ടാൾക്കും കിടന്നൂടെ? എന്തായാലും റോബിൻസിയുടെ റൂമിൽ ചേച്ചി കിടക്കില്ലല്ലോ. അമ്മേൻ്റെ റൂം അമ്മ ഇപ്പോൾ കിടന്നുറങ്ങി കാണും. ഇനി എണീപ്പിച്ച് അമ്മയ്ക്ക് ദേഷ്യം വരും. പിന്നെ എൻ്റെ റൂമിൽ ഞാൻ കേട്ടത്തില്ല. അയ്യടാ, ഞാൻ ആഡമിൻ്റെ കൂടെ കിടക്കണം. അതിന് നീ വേറെ ആളെ നോക്കണം. എന്താ കിടന്നാൽ? എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ ചേച്ചി? ചേട്ടാ ഭാര്യയാവാൻ പോവില്ലേ ചേച്ചി? പിന്നെ നിങ്ങൾ എന്തായാലും ആഫ്റ്റർ മാരേജ് റൂം ഷെയർ ചെയ്യണ്ടേ? പിന്നെ ഇന്നൊരു ദിവസം ഷെയർ ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പം. പിന്നെ ചേച്ചി പിടിച്ച് തിന്നൊന്നും പോകുന്നില്ല. ചെന്ന് പോയി കിടക്ക്. ഋഷമോളെ, ഹൗ ക്യാൻ യു സേ ഇറ്റ്? എനിക്കിഷ്ടമല്ല അയാൾ എൻ്റെ കൂടെ കിടക്കണ്ട. അയ്യോ, ഞാൻ അയാളോട് കിടന്നാൽ എന്നെന്തെങ്കിലും ചെയ്താലോ? അപ്പം ഞാനെന്തോ ചെയ്യും? ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ ചേച്ചി കൊണ്ട് പറയാൻ പറ്റുന്ന? ഇത് നല്ല ആളാണ്. അങ്ങനെ മോശപ്പെട്ട ഒരാളാണ് നീ. ഞങ്ങളിന്ന് പുറത്തു പോയില്ലേ? എന്നെ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. എങ്ങനെയാണ് എന്നെ കൊണ്ടുപോയി? അങ്ങനെ സേഫായിട്ട് ഇവിടെ കൊണ്ടെത്തിയില്ലേ? ഇതാ ഞാൻ പറഞ്ഞേ, ഇച്ച നല്ല ആളാണ് ചേച്ചി. ഇനി എങ്ങാനും ഇച്ച എന്തെങ്കിലും ചെയ്യോ എന്ന് പേടിച്ചിട്ടാണ് അവിടെ കിടക്കാൻ പോകാത്തതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇച്ച നല്ല ആളാണ്. അത് മാത്രമല്ല, ഇന്ന് ആഡമിച്ചാൻ്റെ കൂടെ പുറത്തു പോയപ്പം റോബിനിച്ചാൻ്റെ കൂടെ പുറത്തു പോയൊരു ഫീലായിരുന്നു എനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം. പിന്നെ ഇച്ചായൻ്റെ ഒരു കെയർ കിട്ടിയ പോലെ ഒരു ഫീല്. ആഡമിച്ചായ നല്ല ആളാണ് ചേച്ചി. പോയി കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ റിസേ മോളെ വിളിച്ചുകൊണ്ട് എൻ്റെ റൂമിലേക്ക് വരണ്ട. ഞാൻ കയറ്റൂല, ഞാൻ ഉറങ്ങാൻ പോവാം. ബൈ. റൂമിലേക്ക് എൻ്റെ റൂമിൽ കിടന്നാൽ ഞാൻ കരയും. അമ്മയാണെങ്കിൽ റൂം അടച്ചു. റിസ ആണെങ്കിൽ റൂമിൽ കയറ്റൂല. എൻ്റെ റൂമിലാണെങ്കിൽ ഞാൻ കാലമാടം കിടക്കുക. കാലമാടത്തൊന്നുമല്ല, നല്ല ആളാണ്. ബട്ട് എനിക്കെന്തോ അവിടെ പോയി കിടന്നാലോ? എനിക്കറിയില്ല എന്ത് ചെയ്യുമെന്ന്. അള്ളാ, എൻ്റെ റൂമിൽ കിടക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. അവിടെ പോയിട്ട് അങ്ങേരെ എണീപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ പോയി കിടന്നാലോ? എങ്ങനെ ഉണ്ടാവും? റോസ് സ്വന്തമായിട്ട് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അവൾ അവളുടെ റൂമിലേക്ക് നടന്നു. റൂം അടച്ചിട്ടിരിക്കുകയാണ്. പകുതി തുറന്നിട്ട ആ റൂമിലെ വാതിലിലൂടെ അവൾ അകത്തേക്ക് കയറി. അവിടെ കണ്ടപ്പം അകത്ത് ഉറങ്ങി കിടന്നു നിന്ന ആഡമിനായിരുന്നു അവൾ കണ്ടത്. അവൻ്റെ ആ ഉറക്കം കണ്ടപ്പം അത് അവസാനിപ്പിക്കണമെന്ന് അവൾക്ക് തോന്നിയില്ല. അവൻ്റെ അടുത്തേക്ക് അവൾ ചെന്നു. അവനെ നോക്കി. ശേഷം ഇങ്ങനെ പറയാൻ തുടങ്ങി. ആദം, നീ ഇത്ര സുന്ദരനാ. യൂഷ്വലി ക്രിസ്ത്യൻ ബോയ്സിൽ ഇത്ര ലുക്കുള്ള ഗ്ലാസ് സ്കിന്നും ഇത്ര സെറ്റായ ഹെയറൊക്കെ ഉള്ള ബോയ്സിനെ ഇന്നുവരെ കണ്ടിട്ടില്ല. ലുക്ക് സെറ്റാണ്, പിന്നെ സ്വഭാവം കണ്ടതിൽ വെച്ചും കേട്ടതിൽ വെച്ചും അറിഞ്ഞതിൽ വെച്ചും കൊള്ളാം. അപ്പം അതും ഓക്കെ. പിന്നെ നിനക്ക് പൈസയുണ്ട്, നല്ല ജോലിയുണ്ട്, ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടതെല്ലാം ഉണ്ട്.
എന്നാൽ ഇഷ്ടപ്പെട്ടത് മാത്രം. അവിടെ നിനക്ക് തെറ്റിപ്പോയി. ആഡം, നീ നല്ല ക്ഷീണത്തിലാണ് എന്ന് നിൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. ഒരു പക്ഷേ ഇപ്പം നിന്നെ ഞാൻ എണീപ്പിച്ചാൽ ചിലപ്പം നീ പുറകുന്ന പോലെ സമാധാനമായിട്ട് വീണ്ടും ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. സോ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സോ സ്ലീപ്പ് വെൽ. ഞാൻ ഈ സൈഡിൽ എവിടെയെങ്കിലും കിടന്നോളാം. റോബിനച്ചാൻ്റെ റൂം അവിടെ ഫ്രീയാണ്. ബട്ട് അവിടെ ഞാൻ കിടന്നാൽ ഇച്ചാനെ പറ്റി ഓർക്കും. പിന്നെ ഉറങ്ങത്തില്ല. പിന്നെ ഉറക്കം വരാത്തതിലേക്ക് ഞാനവിടെ പോയി കിടന്ന് കരയും. കരഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പുറത്തെ ദിവസം പനി പിടിക്കും. അതാണ് ഞാനിവിടെ കിടക്കാത്ത എൻ്റെ മെയിൻ കാര്യം. എന്തായാലും നീ കിടന്ന് ഉറങ്ങാണല്ലോ, ആ ഒരു തരത്തിൽ ഞാനിവിടെ കിടക്കാം. ഓക്കെ, അപ്പം ശരി മിസ്റ്റർ ഫ്യൂച്ചർ ഹസ്ബൻഡ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ നീയും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓൺലി ഫോർ ദിസ് നൈറ്റ്. സോറി, നിൻ്റെ സമ്മതം ഇല്ലാതെ ഇവിടെ കിടക്കുന്നതുകൊണ്ട്. അവൾ ആ കട്ടിലിരുന്ന് ചെറുതായി അവനെ തലോടി. പിന്നെ അവളും കടന്നുറങ്ങി. ചേച്ചി ഇനി ഇച്ചാൻ്റെ കൂടെ പോയി കടന്നു. ഈ നേരം വരെ ഏതായാലും എന്നെ അടുത്ത് വന്നിട്ടില്ല. റോബിനച്ചാൻ്റെ റൂമിൽ പോയി നോക്കിയാലോ? പിന്നെ റൂമിൽ പോയി നോക്കാം. റിസ അവിടെ റോബിൻ്റെ റൂം ഫുള്ള് ചെക്ക് ചെയ്തു. അവിടെ റോസ് ഇല്ലയെന്ന് റിസയ്ക്ക് ഉറപ്പായി. അപ്പം ഇനി റോസിൻ്റെ റൂമിൽ തന്നെ പോയി നോക്കാം എന്നവൾ തീരുമാനിച്ചു. അങ്ങനെ അവൾ റോസിൻ്റെ റൂമിലേക്ക് പോയി. ഹൗ ക്യാൻ യു സേ ഇറ്റ് റിസ? ആ ആഡമിൻ്റെ കൂടെ ഞാൻ പോയി കിടക്കണം അല്ലേ? അതിന് നീ വേറെ ആളെ നോക്ക്. കൊള്ളാം ചേച്ചി, വലിയ പഞ്ച ഡയലോഗൊക്കെ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയ മല മറിക്കാനുള്ള പോക്കാണ്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടാ. പ്രതീക്ഷിക്കാത്ത എന്താ അവിടെ കണ്ടേന്നല്ലേ ചോദിക്കുന്നത്? ഞാൻ കാണിക്കാം, നിൽക്ക്, ഇപ്പം കാണിക്കാം. ഞാനോ? ഇന്ന് ഞാൻ വരുന്നില്ല, നീ പൊക്കോ. അതെന്താ ഇന്നില്ലാത്ത? ചീറ്റിങ് ചെയ്യില്ല. ഇന്ന് എത്ര സെൻറ്റ് അടിച്ചാലും ഞാൻ വരത്തില്ല. ഇന്ന് ചായൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. നീ ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ പോകുന്നത്? ഞാനും ഇല്ല. ലാസ്റ്റ് അറ്റൻഡൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കില്ല. ഇല്ല അടിക്കത്തില്ല. മിസ് യു ടു, ലവ് യു. എന്നാ വെച്ചോ, നാളെ കാണാം. എന്നാ ഞാൻ പോവാൻ നോക്കട്ടെ. പുറത്തേക്കുള്ള മഴയാ, ഇപ്പൊ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അല്ലമ്മ, അറിയുക ആളെ വിളിച്ചാൽ. എന്ത് പറഞ്ഞാലും ഒരു അറിയവ. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അവൾ കെട്ടിയതാണെങ്കിൽ കെട്ടിയോൻ്റെ കൂടെ നിൽക്കണം. ഇവിടെ നിന്നെ ആഡമിൻ്റെ പുറകെ വരുന്നത്, അവൻ വിളിക്കാൻ കാത്തിരിക്കണം. ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. അമ്മ, അറിയുക അവളെ വിളിച്ചാൽ അവൾ വന്നിട്ട് എന്നെ പിക്ക് ചെയ്തോളൂ. എന്ന് പോണോ? വേണം പറഞ്ഞു, എനിക്കിന്നൊരു മീറ്റിംഗ് ഉള്ളതാണ്, അർജൻറ്റ്, അത് പോണം. എന്നാ പൊക്കോ. ഇനി എന്നാ അയച്ചാ വരിക? എപ്പോൾ വേണേലും വരാം. എൻ്റെ പൊന്നു പറയുമ്പോൾ ഞാൻ വരാം. എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ മതി. ഓക്കെ? സത്യമായിട്ടും വരൂലേ? വരുവന്നേ, നിനക്കെന്നെ വിശ്വസിക്കാം. എന്നാ പിന്നെ ഞാൻ അറിയാമെന്ന് വിളിക്കട്ടെ. ആ മോനെ, അത്യാവശ്യം ആയതുകൊണ്ടല്ലേ, പൊക്കോ. ഇനി വരണം കേട്ടോ. ശരി അമ്മ. ഹലോ അറിയവ. ഹലോ സാർ, പറയൂ. അറിയവ, നീ പോയിട്ട് എൻ്റെ മാൻഷനിൽ നിന്നും എൻ്റെ സ്യൂട്ടും പിന്നെ കാറും ഇന്നലെ നിനക്ക് തന്നില്ലേ ആ കാറ്? ആ കാറിൽ ഇന്നലെ നീ വന്ന അഡ്രസ്സില്ലേ, എൻ്റെ ഗുഡ് ബിയുടെ വീട്, അവിടേക്ക് വരണം. ഓക്കെ? പിന്നെ ഇന്നത്തെ മീറ്റിംഗ് ഷെഡ്യൂൾസിൽ നിന്ന് എല്ലാ മീറ്റിങ്ങും ക്യാൻസൽ ചെയ്തിട്ട് പ്ലക്കാട്ടത്തെ മാത്രം മീറ്റിംഗ്, അത് മാത്രം മതി. ഇന്ന് നമ്മൾ അവിടെ പോകുന്നുള്ളൂ. ഓക്കെ? ഓക്കെ സാർ, ഞാൻ ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ സാർ? എൻ്റെ അറിവ് വേറെ ഒന്നുമില്ല. നീ ഒന്ന് പെട്ടെന്ന് വന്നാൽ മാത്രം മതി എനിക്ക്. റോസിനെ ഒന്ന് ജെല്ലി അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ നോക്കിയിട്ട് അവനിങ്ങനെ പറഞ്ഞു. ഓ ശരി സാർ.
അവൾ വേഗം വരും. വാ മോനെ, നമുക്ക് ഫുഡ് കഴിക്കാം. അവൾ വരാൻ കുറച്ച് സമയമാവല്ലോ. ആ നിങ്ങൾ ഫുഡ് കഴിക്ക്. റോസ് ചേച്ചി ഒന്നിങ്ങ് വന്നേ. എന്താടി ഇന്നലെ അവിടെ കടന്നിട്ട് ഇച്ച ചേച്ചിയെ പിടിച്ച് തിന്നൊന്നും ഇല്ലല്ലോ അല്ലേ? എത്രമാത്രം ഇഷ്ടപ്പെടുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ശരിക്കും ഒരുപാട് ഇഷ്ടമായി. ഇന്നും ഇന്നുമല്ല, ഒരുപാട് വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കാണ്. മെഹറു, നീ എൻ്റെ മാത്രം, എൻ്റെ മനസ്സ് മുഴുവൻ അന്നും ഇന്നും നീയ. നിന്നെ സ്വന്തമാക്കണമെന്ന് ഒരൊറ്റ ആഗ്രഹം എനിക്കുള്ളൂ. ലവ് യു ആർ മൈൻ ഫോർ എവർ. ഒരു സാധ്യതയുടെ ആവശ്യം ഇപ്പോൾ ഇല്ലെന്ന് എനിക്കറിയാം. ബട്ട് എല്ലാം നീ ടൈം ആകുമ്പോൾ മനസ്സിലാക്കും. നീ കാണുന്ന ഐഡൻറ്റിറ്റി അല്ല എൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഇനി 1000 ജന്മങ്ങൾ എടുക്കേണ്ട വന്നാലും ഞാൻ വരും. എൻ്റേത് മാത്രമാക്കും നിന്നെ. ലവ് യു മെഹറു, നീ എൻ്റെ മാത്രം. ഇതേപോലെ നിന്നോട് വളരെ സ്വാതന്ത്ര്യമായിട്ട് നീ ഉറക്കുമ്പോൾ മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നീ വരുന്നതിന് മുമ്പേ ഇവിടെ ഉറങ്ങിയതുപോലെ ഞാൻ നാടകം കളിച്ച് ഇവിടെ തന്നെ കടന്നത്. മെഹറു, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. നിന്നെ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അവസാനം ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എല്ലാം ഞാൻ നിന്നോട് ഒരിക്കൽ പറയാം. സഹർ സഹർ സഹർ, എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് നീ മനസ്സിലാക്കിയില്ല. എത്രയോ മുൻപ് തന്നെ നീ എൻ്റെ സഹറാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ നീയായിട്ടത് എന്നോട് പറയുന്നവരെ ഞാൻ നിന്നോട് അത് പറയില്ല എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാലും നീ മെഹ്റൂനെ മറന്നെന്നാണ് ഞാൻ കരുതിയത്. സമാൻ സഹർ, നീ എൻ്റെ ഹൃദയത്തിൻ്റെ അടച്ചിട്ട കോണിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. നിന്നെ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല. ഞാൻ കണ്ണു തുറക്കാത്തത് കണ്ണു തുറന്ന ആ ഒരു ഫീൽ കിട്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതായിരിക്കും. സത്യമായിട്ടും പിന്നെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ അടുത്തു നിന്ന് വന്ന ഫാൾട്ട് കാരണമല്ലേ ഇത്രയും വർഷം നമ്മൾ ഒന്ന് കാണാൻ പോലും കഴിയാതെ ജീവിക്കേണ്ട അവസ്ഥ വന്നത്. റിയലി സോറി സഹർ. നിന്റെ മെഹറിനോട് നീ ക്ഷമിക്കില്ലേടാ? ക്ഷമിക്കൂലേ? പിന്നെ ഈ സഹറെ നിന്നോട് ക്ഷമിക്കാതെ ഇവിടെ പോകാൻ എൻ്റെ മെഹറു നിന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ആരോട് ക്ഷമിക്കാനാ? എന്നാലും നീ എന്നെ മറന്നില്ലല്ലോ, അതെന്നെ വലിയ കാര്യം. എന്നാലും നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സത്യമായിട്ടും നിന്റെ മാത്രമല്ല എൻ്റെ ഭാഗത്തും തെറ്റും. എന്നോട് ക്ഷമിക്കില്ല നീ. എൻ്റെ സഹറിനോട് ഞാനത് തെറ്റിയത്. എന്നോട് നീ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രണ്ടാളും തെറ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും പരസ്പരം ക്ഷമിക്കാം. എന്താ ഇങ്ങനെ അന്തം വിട്ട കുന്തച്ച പോലെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? പറയൂ. ഓ, നിൻ്റെ ഇച്ഛായൻ അവനെ ഞാൻ എന്ത് ചെയ്യാനാ? വെറും ശിശു അല്ല പിന്നെ. എൻ്റെ ഇച്ഛാൻ അത്ര കൊച്ചാക്കണ്ട. ഓ ശരി മാഡം, കൊച്ചാക്കുന്നില്ല, വലുതാക്കിയേക്കാം. ബായ് രസക്കുട്ടിയെ, ബായ് മമ്മ, ബായ് റോസൂട്ടി. ബായ് ചാ. ബൈ മോനെ, പോയിട്ട് വാ. ബൈ ഇക്ക. ഇക്ക. യെസ്. ഓക്കെ ബായ്. അരേവാ, ലണ്ടനിലേക്ക് നമുക്ക് പോകണം. 3 ടിക്കറ്റ്സ് വേണം ബുക്ക് ചെയ്യാൻ. അതിനുശേഷം അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് കാലിഫോർണിയയിൽ പോകണം. അവിടേക്കും 3 ടിക്കറ്റ് വേണം. അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരണം. അതിനുശേഷം നീ കല്യാണം കഴിക്കാൻ. അപ്പം നല്ല ഡേറ്റ് നീ കണ്ടുപിടിച്ച് വെക്കണം. ഓക്കെ? ഓക്കെ സാർ. അല്ല, ഈ 2 ടിക്കറ്റ് നമുക്ക് രണ്ടും മറ്റേതാർക്കാ? അതോ, അതെൻ്റെ സിസ്റ്ററിന്. അവിടെ വരുന്നുണ്ട്. ഓക്കെ സാർ. പിന്നെ നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ വെച്ചാൽ ആഫ്റ്റർ മൈ മാരേജ് നിനക്ക് ലീവാണ് 3 months. നിൻ്റെ പിള്ളേരുടെ കൂടെയും കെട്ടിയ കൂടെയും വെക്കേഷൻ ആഘോഷിക്കാം. സത്യമായിട്ടും? അടി സത്യം. നീ പൊക്കോ, ഇന്നത്തെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. ഞാൻ നിന്നെ കോൾ ചെയ്യാം, അല്ലാതെ നിൻ്റെ വീട്ടിലേക്ക് വരാം. ഓക്കെ? എന്നാ ഓക്കെ, ശരി. എടി, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇങ്ങനൊരു മീറ്റിംഗ് സ്വപ്നമായിരുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൽ ഷെയർ ഹോൾഡർ ആകാൻ പറ്റുക എന്നത്.
ബട്ട് ഹവാൻ ഇത് എൻ്റെ ഞാൻ ഇവിടുത്തെ ചെയർമാൻ മാത്രമാണ്. ബട്ട് മാനേജിങ് ഡയറക്ടർ എൻ്റെ വൈഫാണ് നെഹ്റു. അവളോട് ചോദിച്ചിട്ട് വേണം എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ. ഡി, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു ഡീലിന് താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. മാരീഡ് ആണ് എന്ന് പറയരുത്. അതെ അതെ ഡി, ഞങ്ങൾക്കിതൊന്നും താങ്ങാൻ കഴിയില്ല. ബട്ട് ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാനൊരു ക്രിസ്ത്യാനിയല്ലേ, അപ്പം ഏത് വകയിലാണ് ഞാൻ മെഹറു എന്ന് ഈ കമ്പനിക്ക് പേരിടേണ്ടത്? അപ്പം ജസ്റ്റ് ഊഹിച്ചാൽ മനസ്സിലാവില്ലേ മെഹ്റു ആരായിരിക്കും എന്ന്? ആ എങ്കിലേടി വൈഫിനോട് ചോദിച്ചിട്ട് തീരുമാനം അറിയിച്ചാൽ മതി. വി ആർ വെയിറ്റിംഗ്. ഒരു ഗുഡ് ന്യൂസ് തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഹുവാൻ, ഞാൻ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് വല്ല കമ്പനീസ് ഉണ്ടായിട്ടും അവിടുത്തെ പുലിക്കുട്ടി ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നത്? ഞാൻ എപ്പോഴും അത് ചോദിക്കണമെന്ന് കരുതാറുണ്ടായിരുന്നു. ഹൗവ എന്താ നിങ്ങളുടെ കമ്പനി ചെയ്യാതെ ഇങ്ങോട്ട് വന്നേ? ഓ, അത് പിന്നെ പഠിച്ച് തലയ്ക്ക് ബോധം കുറച്ച് കൂടിപ്പോയി. അപ്പം പെണ്ണുങ്ങൾക്കൊക്കെ ഇൻഡിപെൻഡൻ്റായി ജീവിക്കണം പോലും. അതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ചേരാതെ ഏടിയുടെ അടുത്തേക്ക് വന്നേ. ഒന്ന് ശ്രദ്ധിക്കണം, അവളിതിനു മുമ്പ് വേറെ കമ്പനിയിൽ നിന്നും ജോലി ചെയ്തിട്ടില്ല, എക്സ്പീരിയൻസ് ഇല്ല അവൾക്ക്. എല്ലാം ഒന്ന് പഠിപ്പിച്ച് വിടണേ. ഓ, അതൊക്കെ പറയാനുണ്ടോ? എല്ലാം സെറ്റാക്കിയേക്കാം. അറിയാം, എല്ലാം കൂട്ടി വായിച്ചാൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ? ഇത്രയും നാളില്ലാത്തൊരാഗ്രഹം എൻ്റെ കമ്പനിയായിട്ട് ഷെയർ ഹോൾഡർ ആവാനുള്ളത്. അതുമാത്രമല്ല, അവിടുത്തെ ഹവ, അവളിപ്പം ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇതെല്ലാം? എന്തെങ്കിലും നിനക്ക് തോന്നുന്നുണ്ടോ? ഓ, അതിപ്പം നിനക്കറിയില്ലായിരുന്നോ? പ്ലക്കാട്ടെ പുലിക്കുട്ടിക്ക് നിൻ്റെ മേലൊരു കണ്ണുണ്ട്, അതാണ് ഇങ്ങനെ. പിന്നെ ദിവ്യപ്രണയമായിരിക്കുമോ, ആർക്കറിയാം. ബട്ട് എനിക്ക് അവളെ സ്വഭാവം അനുസരിച്ച് അത് മാത്രം അങ്ങോട്ട് തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ. ഇതാണ് എനിക്ക് തോന്നിയ റീസൺ. ചിലപ്പം അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഷെയർ ഹോൾഡർ ആകാനുള്ള പദ്ധതി. കറക്റ്റ്. ബട്ട് അവിടെയും കുറച്ച് കുഴപ്പങ്ങളില്ലേ? അവരുടെ കമ്പനി അത്യാവശ്യം റിച്ചല്ലേ? പിന്നെ അവൾക്കാണെങ്കിൽ നല്ല ലുക്കും ഉണ്ട്. അവളെന്തിനാ എന്ത് പറഞ്ഞു വരുന്നത്? ഇറ്റ്സ് അബൌട്ട് യുവർ മണി. എടാ, നിനക്കുള്ള ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര നേട്ടങ്ങൾ കൈവരിച്ച നീ ഒറ്റയ്ക്കല്ല തുടങ്ങിയത്. നിന്നെ കിട്ടിയ പബ്ലിസിറ്റി കൂടില്ലേ, അത് തന്നെ കാരണം. ഓ, ഞാനത് ചിന്തിച്ചില്ല. എന്തായാലും ഇന്ന് വന്ന അവളെ ഇച്ഛായമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഞാൻ കല്യാണം കഴിച്ചതാണെന്നാണ്. പിന്നെ എന്തായാലും 2 മാസത്തിനുള്ളിൽ കഴിക്കുമല്ലോ. എൻ്റെ വൈഫിൻ്റെ പേര് ഞാൻ കമ്പനിക്കും, പിന്നെ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയുള്ള കഴുകം കണ്ണുകളിൽ നിന്നും എൻ്റെ മെഹ്റൂനെ പൊത്തിപ്പിടിക്കാനാണ് ഞാൻ ആർഭാടമായി കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ എനിക്കറിയാം, ഞങ്ങൾ രണ്ടുപേരും മുസ്ലിംസാണ്. ഞങ്ങൾ പേരിന് പള്ളിയിൽ കയറി കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എല്ലാവരുടെ ആഗ്രഹം പോലെ കല്യാണം നടക്കും വേണം. എന്നാൽ ഞങ്ങൾക്കത് ഹാമാവുകയും ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ പബ്ലിസിറ്റി വേണ്ട, രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞത്. അതൊക്കെ നല്ലതാടാ. നിൻ്റെ തീരുമാനത്തിനോട് ഞാനും യോജിക്കുന്നു. നല്ല തീരുമാനം തന്നെ ഇത്. ഓ, ഏടി അങ്ങനെയാ പറഞ്ഞേ? ഹീസ് ഓൾറെഡി മാരീഡ് നൗ. എന്നിട്ട് നമ്മളത് പറഞ്ഞില്ലല്ലോ. ഇത്രയും വലിയ ബിസിനസ്സുകാരൻ്റെ ഭാര്യ. ഓക്കെ, കല്യാണം കഴിഞ്ഞ അത് ഗൂഗിളിൽ വരെ വരുന്നതാണ് അല്ലേ? പിന്നെ ഇത്രയും വലിയ ബിസിനസ്സുകാരൻ ആരെ അറിയാക്കാതെ കല്യാണം കഴിക്കുമോ? അത് മാത്രമല്ല, മെഹറു, എഡി ആഡം എന്തെങ്കിലും ചേർച്ചയുണ്ടോ? അത് ഇൻ്റർ കാസ്റ്റ്. എൻ്റെ അറിവിൽ എഡി ഒരു വിശ്വാസിയാണ്. എനിക്കൊന്നും സത്യമാണെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ ഡീലുണ്ടാക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളെക്കൊണ്ട് എന്ത് പ്രയോജനം? ഇച്ഛായമാരാണ് അത്ര ഇച്ഛായമാർ. പെങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പറ്റാത്തവ കിഴങ്ങന്മാർ. ഇനി എന്താ പ്ലാൻ? അല്ല, ഇനി നിങ്ങളുടെ പ്ലാൻ വേണ്ട, എല്ലാം ചീറ്റി പോവാണല്ലോ. ഞാൻ തന്നെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഹവ, നീ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും വലിയ ആളായിട്ട് കല്യാണം പബ്ലിക്കാക്കാൻ നടക്കുമോ? പിന്നെ ഞങ്ങൾ കുറേ ശ്രമിച്ചതാടി, കുറേ പറഞ്ഞു നോക്കി. അവൻ പിന്നെ തന്നെ പറയുന്നു, പിന്നെ ഞങ്ങൾ നിർത്തി. അല്ല, നിൻ്റെ പ്ലാൻ എന്താ? എൻ്റെ പ്ലാനോ? ഇറ്റ്സ് അബൌട്ട് ഫീലിങ്സ് മാൻ. ഫീലിംഗ്? നീ എന്താ മീൻ ചെയ്തേ? എനിക്ക് നിങ്ങളുടെ ഇവിടുത്തെ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് തരണേ എന്ന് ആഡം ഇങ്ങോട്ട് വന്ന് പറയും. അമ്മ അതൊരു പ്ലാനാ അത്. ഹീസ് എ ജെന്റിൽമാൻ. ഓക്കെ ഓക്കെ, അങ്ങനെയുള്ള എന്ത് പ്ലാനാണ് നീ നടത്താൻ പോകുന്നത്? ഞങ്ങളുടെ അടുത്ത് പറ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഹവാൻ, ഇറ്റ്സ് എ വൺ നൈറ്റ് സ്റ്റാൻഡ്. നീ എന്താ പോലും പറയുന്നത്? വൺ നൈറ്റ് സ്റ്റാൻഡോ? ബ്ലാക്കാട്ടെ കുട്ടി അത്ര അതമ്പതിച്ചിട്ടില്ല. ADS സ്വന്താക്കാൻ എൻ്റെ തരംതാണ പണിയും ഞാൻ ചെയ്യും. അല്ലെങ്കിൽ കൊണ്ടുത്താ, എൻ്റെ കൈ വെള്ളയിലെടുത്തത്. AD എനിക്ക് വേണം, താ. എന്ന് വെച്ച് നീ നീ ഇങ്ങനെയാണ് ചെയ്യുന്നത്? നടക്കില്ല പൊന്നു, നടക്കില്ല. ഇച്ഛായ വെറുതെ ഇരുന്നേ ഹവാൻ. എനിക്ക് നിൻ്റെ കുറച്ച് ഹെൽപ്പ് വേണം. ഇത് വിതിൻ 2 months ഞാൻ ഈ പണി എന്തായാലും ചെയ്തിരിക്കും. ഐ വാണ്ട് ഹിം, ഐ വാണ്ട്. പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ആടവിന് വരാൻ സാധിക്കുള്ളൂ. ബിക്കോസ് അവൻ ബിസിനസ് മീറ്റിങ്ങിന് പോകുമെന്ന് പറഞ്ഞു കേട്ടു. അത് കഴിഞ്ഞിട്ടായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അന്നേ ദിവസം എനിക്ക് ക്യാം ഒക്കെ ഓഫായിരിക്കണം. അത് മാത്രമല്ല, നയാഗ്ര അതെനിക്ക് നീ എത്തിച്ചേരണം. പിന്നെ അന്ന് സ്റ്റാഫ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇത്ര ചെയ്തെന്നാൽ ഞാൻ ബാക്കിയെല്ലാം ശരിയാക്കിക്കോളാം. അല്ല, നീ അവിടെ ജോയിൻ ചെയ്തില്ലല്ലോ, പിന്നെ അവൻ മീറ്റിങ്ങിന് പോകുന്നത് നീ എങ്ങനെ അറിഞ്ഞു? എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി, സുസ്മിത, അവൾ അവിടെ ജോലി ചെയ്യുന്നത്. അവളിലൂടെ ഞാനിത് അറിഞ്ഞത്. പൊന്നു, എല്ലാം ആലോചിച്ചിട്ട് പോലെ. ADS സ്വന്തമാക്കാൻ ഇതിനേക്കാൾ എളുപ്പമുള്ള മറ്റ് വഴികളില്ല. ഹവാൻ, എന്നാലും നീ അവൾ പറഞ്ഞു കേട്ടില്ലേ, വൺ നൈറ്റ് സ്റ്റാൻഡെന്ന്. ഞാനിവിടെ DNA ടെസ്റ്റ്, അവൾ നമ്മുടെ എനിക്ക് തന്നെ. എടാ, എന്നാലും വൺ നൈറ്റ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. എന്തായാലും നമ്മൾ നോക്കിയിട്ട് നടന്നില്ലല്ലോ. ഈ ചായൻ്റെ പാസ്റ്റ് മറക്കുന്നത് നല്ലതല്ല. നീ പാതിരാത്രിക്ക് മനസ്സിനെ കളിയാക്കാൻ ഇറങ്ങിയതാണ്. പോയി കിടക്കാൻ നോക്കുക ഹവാൻ. ഓക്കെ ഹവാൻ, ഗുഡ് നൈറ്റ്. ആരായിരുന്നു നോക്ക്? നോക്കട്ടെ, ഒരു പരിചയമില്ലാതെ ഞാൻ പറഞ്ഞല്ലോ. എടുത്ത് നോക്ക് ഹവാൻ. ഹലോ, ആരാണ്? ഹലോ ഹവാൻ, ഇത് ഞാനാ, AD. AD-ആണത്രേ, AD. എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുക. AD, എന്തായി നൈറ്റ് വിളിച്ചേ? രാവിലത്തെ മീറ്റിങ്ങിന് വരെ പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, അവൾക്ക് ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് മുതൽ പ്ലക്കാർഡ് ഗ്രൂപ്പ്സും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസും ഒന്നാണ് എന്ന് പറയാൻ വിളിച്ചതാ. AD, സത്യമായിട്ട് പറയുന്നതാണോ? എന്നെ പറ്റിക്കാനില്ലല്ലോ അല്ലേ? ADക്ക് ഡീൽ സമ്മതമാണത്രേ. എന്തായാലും ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് AD. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ. താങ്ക് യു സോ മച്ച്. ഹേയ് ഞാനല്ല, എൻ്റെ വൈഫ്, അവൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. അവളുടെ അടുത്താണ് താങ്ക്സ് ഒക്കെ പറയാൻ. ഓക്കെ ശരി നടൻ, നൈറ്റല്ലേ, നമുക്കെല്ലാം വിശദമായിട്ട് പിന്നെ ഒരു ദിവസം സംസാരിക്കാം. എന്തായാലും 2 weeks ഞാൻ ഉണ്ടാവില്ല. നാളെ തന്നെ ഞാൻ ലണ്ടനിലേക്ക് പോവാണ്. ലണ്ടൻ കഴിഞ്ഞ് പിന്നെ കാലിഫോർണിയയിൽ പോകണം. പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്തായാലും ഒരു 1 month ഞാൻ ലീവായിരിക്കും. എന്താ, നമുക്ക് നോക്കി കണ്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇനി ഏതായാലും അവൾക്ക് വൺ നൈറ്റ് സ്റ്റാൻഡെന്ന് പറഞ്ഞ് പോകണ്ടല്ലോ. അവൻ ഇങ്ങോട്ട് നോക്കിയാൽ പറഞ്ഞില്ലേ. ഇനി എങ്ങനെ അവളുടെ തീരുമാനം മാറ്റാൻ പറ. അവളൊന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ കാണിക്കട്ടെ. ഇനി നമ്മുടെ ഐഡി നടന്നില്ലെങ്കിൽ അവളുടെ ഐഡിയാണ് നടക്കാൻ പോകുന്നെങ്കിലും എന്തായാലും അവളെ പരീക്ഷിക്കട്ടെ. അവൻ ഇത് നമ്മുടെ പെങ്ങളുടെ ലൈഫ് വെച്ച് അവളെ കളിയാ.
അവനിതിന് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ഇനി ശരിക്കും അവൻ പറഞ്ഞാൽ അവൻ മാരീഡ് ആണെങ്കിലോ? എനിക്കറിയില്ല. ഫുള്ള് പ്രശ്നമാണല്ലോ. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഇതിന് ഓക്കെ പറയണോ? എന്നാലും പൊന്നു അവള് ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി തീരുമാനം എടുക്കുന്നുണ്ടോ? ഐ കാൺ ബിലീവ് ഇറ്റ്. ഇഷ്ടമുള്ള കളിക്കട്ടെ, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞല്ലേ. ഇനി അവൾ അനുഭവിക്കട്ടെ. എന്തായാലും അവളെ പറഞ്ഞ് സപ്പോർട്ടൊക്കെ ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. നിങ്ങൾ ഇരട്ടകൾ എന്തോ കാണിക്കും, ബട്ട് എന്നെ ഇതിലൊന്നും മത്സരിക്കരുത്. എന്തുണ്ടായാലും റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുക്കേണ്ടി വരും. ഓക്കെ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് അവളെ വിശ്വാസം. ഇത് ശരിക്കും ഒറിജിനൽ നയാഗ്ര തന്നെയാണല്ലോ അല്ലേ? എന്താടി നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഒട്ടുമില്ല, അതുകൊണ്ട് ചോദിച്ചാൽ. ഇത് ഒറിജിനൽ തന്നെയാണ്. നീ നിൻ്റെ കാര്യം ചെയ്യാൻ നോക്ക്. ആയിക്കോട്ടെ മാഡം, പിണക്കമായോ? ഇല്ലില്ല, ഞാൻ പോകുക. നിനക്കിവിടെ കുറച്ച് പണിയുള്ളതല്ലേ. പിന്നെ വിത്തിൻ 1 hour പരിപാടി തുടങ്ങണം. ഇല്ലെങ്കിൽ അറിയാലോ. ആടി എനിക്കറിയാം, നീ പോകാൻ നോക്ക്. എല്ലാം സെറ്റ്. സത്യമായിട്ടും പറയാലോ ചായ, കാലിഫോർണിയ ട്രിപ്പ് അത് ഗംഭീരമായിരുന്നു. സന്തോഷമായി എൻ്റെ കുട്ടിക്ക്. എനിക്കത് മാത്രം പറഞ്ഞാൽ മതി. ഐ എം ഹാപ്പി. 3 ഓക്കെ ഹാപ്പിയാണ്. എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇനിയിപ്പോൾ ചത്താലും സീനില്ല. അങ്ങനെ പറയരുത്. എനിക്ക് ഇതിനെ കുറേ കാലം കാണണം. ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇന്ന് ഇച്ചാനെ കാണാൻ ചേച്ചി അങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എങ്ങനെയാ, വേഗം കമ്പനിയിലേക്ക് പോകല്ലേ? അതെ അതെ, പോകണം. എന്നാ നീ വീട്ടിലോട്ട് നോക്കോ. ശരി ചേച്ചി, ബൈ ബൈ. ഇവിടെ എന്താ ആരുമില്ലാത്ത? ഒരൊറ്റ സ്റ്റാഫ്സിനെയും കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നോ? ഹേ ഹവ്വ, എവിടെ എല്ലാവരും? സാർ, പ്രൊജക്റ്റ് എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞതുകൊണ്ട് സക്സസ് പാർട്ടിക്ക് പോയേക്കെല്ലാവരും. ഞാൻ ഉറങ്ങാൻ നിൽക്കുമായിരുന്നു. സാർ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ടോ? പ്ലീസ് എൻ്റെ ഒപ്പം ഒരു ഗ്ലാസ് പ്ലീസ്. ഓ, സക്സസ് പാർട്ടിയോ? ഓക്കെ, നീ പോകുന്ന കാറില്ലേ, പോക്കോ. സാർ ഒരു സിപ്പെങ്കിലും പ്ലീസ്, എൻ്റെ ഒരു സന്തോഷത്തിന് പ്ലീസ്. ഓ ഓക്കെ ഓക്കെ, നീ എടുക്ക്, കുടിക്കാം. ഒന്നും കൂടെ എടുക്കട്ടെ സാർ? ഇത് കൊള്ളാലോ. ഏതാ ബ്രാൻഡ്? ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കിയ വൈന, അതുകൊണ്ട് ടേസ്റ്റ് കൂടുതൽ. ആണോ? എനിവേ ഇത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എന്നാൽ സാർ, ഞാൻ ക്യാബിലുണ്ടാവും. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നേ. ഓക്കെ, ഞാൻ എന്നാൽ പോട്ടെ. ഓ ഷുവർ, ഞാൻ ഈ ബോട്ടിൽ ഫുള്ള് കുടിച്ചോട്ടെ? സാറിന് ഇഷ്ടമെങ്കിൽ ഫുൾ എടുത്തോ സാർ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ വേറെ കൊണ്ടുവരാം. ഇത് പോതും, ഇത് മതി, വേറെ വേണ്ട. അയ്യോ ഇച്ചാനെന്താ പറ്റി? ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. വെയിറ്റ് ചെയ്യേ. നീ വേഗം വരാൻ നോക്ക്, എനിക്കാണെങ്കിൽ പേടിയാവുന്നു. അയ്യോ, വെയിറ്റ് ഞാനിപ്പോൾ വരാം. വേഗം വാ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇച്ചാൻ നോക്കിയിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയാൽ എടി അവൻ്റെ കാര്യം എന്താവും? ഇപ്പോൾ ഇവിടെ ആളില്ലല്ലോ, കുഴപ്പമില്ല, ഞാൻ പോയേക്കാം. ഓ ഗോഡ്, എനിക്കെന്താ പറ്റുന്ന? എൻ്റെ സ്ഥാനം കറങ്ങുന്ന പോലെ എൻ്റെ ബോഡിയാണ് ഇത്ര ഹോട്ടാവുന്നത്. മൈ ഗോഡ്, വൈൻ കുടിച്ചോണ്ടാണോ? അല്ല, അതൊക്കെ ഞാൻ കുടിക്കാറുള്ളതാണല്ലോ. എന്ത് പറ്റി? എൻ്റെ മൂടൊക്കെ മാറാണല്ലോ. എന്താ എനിക്ക് പറ്റുന്നത്? എനിക്കിപ്പോൾ ഒരു ഗോൾഡ് വേണം. ഗോഡ്, എന്താ ഇത്? ഈ റൂമിൽ അടച്ചിരിക്കുകയായിരുന്നു. ഞാൻ എവിടേക്ക് നോക്കി. ആ സ്വീറ്റ് ഹാർട്ട്, എന്താ ഇവിടെ പരിപാടി? So sorry. സാർ, I'm sorry. ഞാനിപ്പോൾ എൻ്റെ കൺട്രോളിലല്ല. I'm really sorry. But I want you. I can't control myself anymore.
എന്താ നോക്കിയിരിക്കുന്നത്? അവരുടെ നൈറ്റാണ്, അവരൊരുമിച്ചാണ്, അവരാഘോഷിക്കട്ടെ. ഇനി നമ്മൾ കട്ടുരുമാവുന്നത് ശരിയല്ല. കൂടുതലൊക്കെ കണ്ട് നിങ്ങൾ വഴുതിട്ട് പോകും. അതുകൊണ്ട് നിർത്തിക്കോ. നേരം കുറേ ആയിട്ടാണ് വന്നിട്ടില്ല മോളെ, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അയ്യോ അമ്മ, ഡോൺ വറി, ചേച്ചി ഇച്ചയുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് സമാധാനമായത്. അവൾ ഓക്കെ ആണല്ലോ അല്ലേ? ഇച്ചയുടെ കൂടെ അല്ലേ? ഓക്കെയാണ്. അതെ, വിളിച്ച് ശല്യപ്പെടുത്താൻ പോകണ്ട. അവർ തമ്മിൽ സെറ്റാവട്ടെന്നേ. നമ്മളെന്തിനാ വെറുതെ സ്വർഗത്തിലേക്ക് കട്ടുറുമ്പാവുന്നേ? അത് നീ പറഞ്ഞത് ശരിയാ. എന്നാ ചെന്ന് കിടക്കാം നമുക്ക്. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. അമ്മയെ കിടന്നു.